السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافل الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. وقال نبينا محمد صلى الله عليه وسلم لا تناجشوا ولا تباعدوا ولا تدابروا ولا يبع بعضكم على بيع بعض وكونوا عباد الله إخوانا. المسلم أخو المسلم لا يظلمه ولا يخذله ولا يحقره. التقوى هاهنا. بحسب امرئ من الشر أن يحقر أخاه المسلم. كل مسلم على المسلم حرام دمه وماله وعرضه. روينا حديثا في الصحيحين سبعة يظلهم المولى بخير ظلال يظلهم في ظله الله يوم لا سوى ظله ظل فهاك مقالي. إمام له عدل ومن في عبادتي نشا بالتقى لله لا بضلالي.
ومن قلبه يهوي المساجد دائما تعلقه فيها بغير زوال. ورجلان في الله الكريم تحاببا بحال افتراق منهما ووصال. दर्द दिल के वास्ते पैदा किया है इंसान को, दर्द दिल के वास्ते पैदा किया है इंसान को, वरना ताअत के लिए कुछ कम न थे कर्रोबिया. सल्लल्लाहु अलैहि मुहम्मद सल्लल्लाहु अलैहि वसल्लम, सल्लल्लाहु अलैहि मुहम्मद सल्लल्लाहु अलैहि वसल्लम. अल्लाहुम्मा सल्लि अला मुहम्मद या रब्बी सल्लि अलैहि वसल्लिम. വേദിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന സമാധരണീയരായ നമ്മുടെ CH സെന്ററിന്റെയും ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെയും ഒക്കെ സമുന്നതരായ നേതാക്കളിൽ നമ്മുടെ ഈ പ്രദേശത്തെ പ്രധാനിയുമായ ആദരണീയരായ അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് സാഹിബ് അവർകളെ, നമ്മുടെ ഈ പ്രദേശത്തെ കാരണവരും എല്ലാ നന്മക്കും നമ്മുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്ന ആദരണീയരായ KV വേദിക സ്വാഗത ഭാഷണം നടത്തിയ ആദരണീയരായ ഇബ്രാഹിം കുട്ടി സാഹിബ് തിരുവട്ടൂർ, ഈ വേദി ദുആ ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച ആദരണീയരായ ഹാഷിർ ബാഖവി ഉസ്താദ്, ഇവിടെ നമ്മുടെ വേദിയിൽ വന്ന് ഈ സംരംഭത്തിൽ പങ്കെടുക്കാൻ വിശാല മനസ്സ് കാണിച്ച CH സെന്റർ ചാപ്റ്റർ ജിദ്ദ കമ്മിറ്റിയുടെ ചെയർമാൻ ആദരണീയരായ MP ഷാഹുൽ ഹമീദ് സാഹിബ്, വേദിയിൽ ഉപവിട്ടരായ റഫീഖ് സാഹിബ്, സോണി അബ്ദുറഹ്മാൻ ഹാജി, ആദരണീയരായ അബ്ദുൽ ജലീൽ ഗുരുക്കൾ, KVT സുബൈർ സാഹിബ്, VK ഫൈസൽ സാഹിബ്, വേദിയിലുള്ള മറ്റു സമുന്നതരായ ആദരണീയരായ K മുസ്തഫ ഹാജി, സ്നേഹനിധിയായ ഹുസൈൻ മാസ്റ്റർ, നാഷണൽ K മുസ്തഫ ഹാജി, KP ഹനീഫ സാഹിബ്, S2 സിദ്ദീഖ് സാഹിബ് തുടങ്ങി വേദിയിലും സദസ്സിലുമൊക്കെ ഉള്ള നമ്മുടെ ഈ പ്രസ്ഥാനത്തോട് ഹൃദയം ചേർത്ത് വച്ച സമുന്നതരായ നേതാക്കളെ, നമ്മുടെ ഈ സംരംഭത്തിന്റെ എല്ലാമായ തളിപ്പറമ്പ് CH സെന്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുള്ളത്, ഓരോ വർഷവും ഈ കാരുണ്യ സംഗമത്തിൽ പങ്കെടുക്കാറുള്ള നമ്മുടെ ഈ നാട്ടിലുള്ള സാധാരണക്കാരടക്കം അടങ്ങുന്ന ഈ വേദിയും സദസ്സുമാണ്. CH സെന്റർ എന്ന ഈ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റി അതിനെ വളർത്തുന്നതിൽ കഠിനാധ്വാനം ചെയ്ത, തങ്ങൾക്ക് വിലപ്പെട്ടതെല്ലാം അതിനു വേണ്ടി നൽകിയ സ്നേഹനിധികളായ ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സമയം അല്പം താമസിച്ചാണ് തുടങ്ങിയത് എന്നതുകൊണ്ട് താമസിച്ചു എന്ന് ഞാൻ പറഞ്ഞത് എന്നിലേക്ക് ചേർത്ത് പറഞ്ഞതാണ്. നിങ്ങൾക്ക് താമസിച്ചിട്ടില്ല, നേരത്തെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്പം താമസിച്ചാണ് പരിപാടി തുടങ്ങിയത് എന്നതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തളിപ്പറമ്പ് CH സെന്റർ എന്താണ് എന്ന് ഇനി പറയുന്നത് അത് വലിയ അപരാധമായി പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മകനാണ് ആരാണ് എന്ന് വാപ്പക്ക് പരിചയപ്പെടുത്തുന്നത് പോലെയാണ്, നിങ്ങളുടെ കുട്ടി ആരാണ് എന്ന് ഉമ്മക്ക് പരിചയപ്പെടുത്തുന്നത് പോലെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CH സെന്ററായ
ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാമായി നിങ്ങളോട് ഒന്നും ഞാൻ പറയുന്നില്ല. അധ്യക്ഷ ഭാഷണത്തിൽ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിർത്തട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം ഖിയാമത്ത് നാൾ വരെ കിഡ്നി രോഗികൾ ഉണ്ടാകണം എന്നായി പോകും. ഞാൻ ദുആ ചെയ്യുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരീക്ഷണം വന്ന അടിമകൾക്കൊരു കരുണയായി, തണലായി ഖിയാമത്ത് നാൾ വരെ അല്ലാഹു ഇത് നിലനിർത്തുമാറാകട്ടെ. അങ്ങനെയാണ് അത്. ഇപ്പോൾ അല്ലാഹു നൽകിയ പരീക്ഷണം കിഡ്നി രോഗമാണ്. ഖിയാമത്ത് നാൾ വരെ പരീക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പഴയ കാലത്ത് കോളറയായിരുന്നു. കോളറ, TB ഇതൊക്കെ മനുഷ്യൻ പിടിച്ചുകെട്ടാൻ തുടങ്ങിയപ്പോഴാണ് മനുഷ്യന് പിടിച്ചുകെട്ടാൻ കഴിയാത്ത പല രോഗങ്ങളും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അള്ളാഹു തന്റെ അടിമകളെ ഏതൊക്കെ കാലത്ത് ഏതൊക്കെ പരീക്ഷണം നടത്താൻ ആണോ അള്ളാഹു തീരുമാനിച്ചത്, പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു മനുഷ്യ സമൂഹത്തെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്യുന്ന പരീക്ഷണം വന്ന് പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെയും ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു തണലായി അള്ളാഹു ഈ സംരംഭത്തെ മാറ്റുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ മട്ടന്നൂരിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രഗത്ഭനായ ഡോക്ടർ തന്റെ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചു. ഉദ്ഘാടനത്തിന് പോയി. അദ്ദേഹം ഒരു ക്രൈസ്തവനായിരുന്നു, പക്ഷേ മുസ്ലിങ്ങളോട് വലിയ താല്പര്യമുള്ള ആളാണ്. അദ്ദേഹം ഉദ്ഘാടനത്തിന് മന്ത്രിമാരെ, MLA മാരെയൊക്കെ ക്ഷണിക്കാറുണ്ട്. പക്ഷേ സുബൈ കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോയി ദ്വാരിപ്പിക്കും. അറബിയിൽ ദ്വാരുന്നാലും പോരാ, മലയാളത്തിൽ നിന്ന് ദ്വാരക്കണം. മലയാളത്തിൽ തന്നെ ദുആ ചെയ്യണം അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം പറയാറുണ്ട്, നമ്മുടെ ശരിക്കുള്ള ഉദ്ഘാടനം രാവിലെ സുബൈ കഴിഞ്ഞിട്ടാണ്, മറ്റതൊക്കെ ഒരു ചടങ്ങാണ്, ഔപചാരികമായ ചടങ്ങാണ് എന്ന് പറയാറുണ്ടായി. അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു പോയി. ഒരിക്കൽ ഹോസ്പിറ്റൽ ഉദ്ഘാടനം കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്നോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്താ ദ്വാരുന്നത്? അയാൾ ചോദിച്ചത് സത്യത്തിൽ വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താ ദുആ ചെയ്തത്? ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, ഞാൻ ദുആ ചെയ്തത് അദ്ദേഹം ചെയ്യുന്ന ചികിത്സയൊക്കെ ഫലപ്രദമാകാനാണ്. എന്നോട് ചോദിച്ചു, നിങ്ങൾ ഹോസ്പിറ്റലിൽ ബർക്കത്ത് ഉണ്ടാവണമെന്ന് ദ്വാരുന്നോ? ഈ ബർക്കത്തിന്റെ അർത്ഥം പിന്നെ മൂപ്പർക്ക് വിശാലമായി മനസ്സിലാക്കാൻ കഴിയാത്തതുണ്ടാവും. എന്നോട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ ബർക്കത്ത് ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ രോഗികൾ കൂടണം എന്നല്ലേ? അങ്ങനല്ലേ അർത്ഥം? അങ്ങനെ അർത്ഥമില്ലത്. ബർക്കത്ത് എന്നത് ഓരോ സ്ഥലത്തിനും വ്യത്യസ്തമാകും അതിന്റെ അർത്ഥം. ബർക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യപ്പെടുന്ന ചികിത്സകൾ ഫലപ്രദമാവുക എന്നും അതിന്റെ അർത്ഥവ്യാഖ്യാനത്തിൽ കടന്നു വരുന്നു. അള്ളാഹു നമ്മുടെ CH സെന്റർ, അള്ളാഹുവിന്റെ പടച്ച റബ്ബ് കരുണ ആവശ്യമുള്ളവർ എന്ന് ആരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും അവർക്കൊക്കെയും കരുണയായി അള്ളാഹു നിലനിർത്തുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത്, അത് നമ്മുടെയൊക്കെ ഖബറിലേക്ക് ഒരു മുതൽകൂട്ടാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ എന്നും ദുആ ചെയ്ത്. CH സെന്റർ എപ്പോൾ നമ്മൾ കാണുമ്പോഴും, അതാര് കാണുമ്പോഴും ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ഉമ്മമാരുടെ വളയും മോതിരവും എൻ്റെ ഇത്താത്തമാരുടെ ചെയിനും കമ്മലും ഒന്നും ഒരു കാലത്തും ആർക്കും മറക്കാൻ കഴിയില്ല. അത് ഈ CH സെന്റർ നമ്മുടെ തലമുറ കഴിഞ്ഞടുത്ത തലമുറയ്ക്ക് കൈമാറുമ്പോഴും അവരുടെ സ്വർണ്ണാഭരണങ്ങൾ ഓർക്കപ്പെടാൻ പറ്റാവുന്ന, പ്രാർത്ഥന അവർക്ക് ലഭിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തി നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഈ വിഷയം ഞാനല്ല ശരിക്കും പറഞ്ഞു കൊടുത്തത്. എന്നോട് ചില പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് ഒരു വിഷയം തയ്യാറ് ചെയ്തു കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ പ്രധാനമായി അറിയേണ്ട ചില വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് ആ വിഷയം നമ്മളെ ഹുസൈൻ കാക്കെ പറഞ്ഞു കൊടുത്ത്, നല്ല സുഹൃത്ത് നല്ല നാളേക്ക്. നമ്മൾ വേറെ പ്രധാനപ്പെട്ട വിഷയമാണ് അതിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പറഞ്ഞത് എന്നതുകൊണ്ട് വിഷയത്തിന്റെ തലക്കെട്ടൊന്ന് ചെറുങ്ങനെ മാറ്റുകയാണ്. ഉലയുന്ന സഹോദര ബന്ധങ്ങൾ എന്നാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് അറിയുക. നാളെ നമ്മൾ ദാനശീലം, നല്ല ശീലം എന്ന വിഷയത്തെക്കുറിച്ചും മറ്റന്നാൾ ലോകാവസാനം എന്ന വിഷയത്തെക്കുറിച്ചും സംസാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനായി ഈ വിഷയം ചർച്ച ചെയ്തെന്ന് വെച്ചാൽ, നല്ല സുഹൃത്ത് നല്ല നാളേക്ക് എന്നുള്ളത് സംസാരിക്കേണ്ടതാണ്. കാരണം ഒരാൾ എന്നോട് ജിദ്ദയിൽ വെച്ച് പറഞ്ഞത് അയാൾക്ക് 20,000 സുഹൃത്തുക്കളുണ്ട് എന്നാണ്. 20,000 സുഹൃത്തുക്കൾ. ഞാൻ അമ്പരന്ന് പോയി. ഞാൻ അയാളോട് ചോദിച്ചു, 20,000 സുഹൃത്തുക്കളോ? എന്നോട് പറഞ്ഞു അതെ. ഞാൻ ചോദിച്ചു, ഈ സൗഹൃദ ബന്ധം എങ്ങനെയാണ് നിങ്ങൾ നിലനിർത്തി പോകുന്നത്? എന്നോട് അയാൾ പറഞ്ഞത്, ഞാൻ എൻ്റെ മൊബൈലിന്റെ സ്ക്രീനിൽ ഒരു മെസ്സേജ് ഞാൻ എഴുതി ചേർത്തിട്ട് ഒരു ക്ലിക്ക് ചെയ്താൽ 20,000 ആളുകൾക്കും ആ മെസ്സേജ് പോകും. പഴയ കാലത്ത് നമ്മൾ പറയാറുള്ളത് ആൾക്ക് 5, 6, 8 അല്ലെങ്കിൽ ഒരു 100-ൽ താഴെ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതാണ്. പഴയ കാലത്ത് അങ്ങനെയാണ്.
സൗഹൃദ ബന്ധം ഗ്രാമത്തിൽ അല്ലെങ്കിൽ തന്റെ വീടിന്റെ പരിസരങ്ങളിൽ ഒതുങ്ങി നിന്ന കാലം ഉണ്ടായിരുന്നു. ഇന്ന് ഗ്രാമങ്ങളിൽ ഒതുങ്ങുന്നില്ല, പഞ്ചായത്തിൽ ഒതുങ്ങുന്നില്ല, ജില്ലയിൽ ഒതുങ്ങുന്നില്ല, സംസ്ഥാനങ്ങളിൽ ഒതുങ്ങുന്നില്ല, രാജ്യങ്ങളിൽ ഒതുങ്ങുന്നില്ല. ജീവിതത്തിൽ കാണുക പോലും ചെയ്തിട്ടില്ലാത്ത രാജ്യങ്ങളിൽ വരെ ആത്മബന്ധമുള്ള സുഹൃത്തുക്കളുള്ള കാലമാണ്. ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് നല്ല സുഹൃത്ത് നല്ല നാളേക്ക് എന്ന വിഷയം. വളരെ കാര്യമാർത്ഥ പ്രസക്തമായി ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ ചില വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പെടുത്തേണ്ടതുണ്ട് എന്നത് സൂചിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിഷയത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്. കൊടുത്തപ്പോ ചെറുങ്ങനൊന്ന് മാറിപ്പോയതാണ്. ഹുസൈൻകാക്ക് ഇപ്പൊ രണ്ടായാലും തിരക്കിടൊന്നുമില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ഹുസൈൻകല്ലേ നമ്മളെ സുഹൃത്തിന്റെ എപ്പോഴും നമ്മളെ കൂടെ വരുന്ന ഹുസൈൻക മൂപ്പരാണ്. ഞാൻ എങ്ങോട്ടാ പോകേണ്ടതെന്ന് തീരുമാനിക്കുക, ഞാൻ എവിടെ മൂത്രമൊഴിക്കണം തീരുമാനിക്കും മൂപ്പരാ. കാരണം മൂപ്പര വണ്ടി നിർത്തിയാലേ എനിക്ക് മൂത്രമൊഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ എവിടുന്നാ ചായ കുടിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് മൂപ്പരാണ്. എവിടെങ്കിലും പോയിട്ട് ഹുസൈൻക നമുക്ക് ചായ കുടിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ ഒരു 10-15 കിലോമീറ്റർ പോയിട്ട് മൂപ്പര് നിർത്തുക. അപ്പൊ മൂപ്പര് തീരുമാനിക്കുന്നിടത്ത് തന്നെ ചായ കുടിക്കാൻ പറ്റുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പനല്ല കേട്ടോ, നോമ്പല്ലാത്ത കാലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് 1 മണിക്കൂർ സമയം ഞാൻ ഇന്ന് സംസാരിക്കുള്ളൂ. അതിന്റെ കാരണം എനിക്ക് തിരിച്ചു പോകണം എന്നതുകൊണ്ടാണ്. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ചെയ്യേണ്ട നിർബന്ധമായി ജോലിയുണ്ട്. ളുഹർ നിസ്കരിച്ചു കഴിഞ്ഞാൽ പ്രസംഗിക്കുക എന്നുള്ള എൻ്റെ ഡ്യൂട്ടിയാണ്. നാളെ കൃത്യം നിങ്ങളൊക്കെ 9 മണിക്ക് വന്നാൽ ഞാൻ 9 മണിക്ക് ഇവിടെ ഉണ്ടാവും. 9 മണിക്ക് വന്നാൽ ഇന്നും ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് നിങ്ങൾക്കൊരു ബോറടിക്കണ്ട എന്നെ കാണുമ്പോൾ എന്ന് എഴുതിയിട്ട് ആ പള്ളിന്റെ മുറ്റത്ത് പോയി ഇരുന്നതാണ്. ഉണ്ടാവില്ല, എന്നെ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷൻ പഠിച്ചോനെ എന്താ ചെയ്യുക നിങ്ങൾക്ക് ടെൻഷനാണ് എഴുതിയിട്ട് ആ പള്ളിന്റെ മുറ്റത്ത് പോയി ഇരുന്നതാണ്. നാളെയും കൃത്യം 9 മണിക്ക് ഉണ്ടാവും. 9 മണിക്ക് തുടങ്ങിയാലും 12 മണി വരെ പറയും, 11:30 തുടങ്ങിയാലും 12 മണി വരെ പറയും. അപ്പൊ നിങ്ങളെല്ലാവരും നാളെ ഒന്ന് നേരത്തെ വരണം. നാളെയും മറ്റന്നാളും 2 ദിവസമുള്ളൂ. പിന്നെ നിങ്ങൾ എപ്പോ വന്നാലും കുഴപ്പമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറാക്കി തരട്ടെ. പിന്നെ കെ വി എന്നോട് പറഞ്ഞു അവസാനത്തെ 10 ആയതുകൊണ്ട് കച്ചവടക്കാർക്കൊന്നും വരാൻ പറ്റൂല, പക്ഷെ അവസാനത്തെ 10 ആയതുകൊണ്ട് മലക്കുകൾ കൂടുതലുണ്ടാവും. നമുക്ക് ആവശ്യം അതാണല്ലോ, നമുക്ക് ദുആ ചെയ്യണം. പിന്നെ കച്ചവടക്കാരായ ആളുകൾ അവരുടെ സഹായം അതെപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അവർക്ക് വയല് കേൾക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് അത്യാധുനിക സംവിധാനം ഉണ്ടല്ലോ. നമ്മൾ തന്നെ ഞാനിപ്പോ പല സ്ഥലത്തും വയല് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് കാണാം എൻ്റെ പല സുഹൃത്തുക്കളും വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളെ വയൽ നമ്മൾ കേട്ടു, വയലിന് വന്നിട്ടില്ല, വയൽ അവർ കേട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെയും ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ എല്ലാ വയലും കണ്ണൂർ വന്നിട്ടില്ലെങ്കിലും വീട്ടിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതിന് മുമ്പ് തന്നെ നമ്മളെ മൊബൈലിലേക്ക് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഫുൾ ഡൗൺലോഡായി നമ്മുടെ മൊബൈലിലേക്ക് വരുന്നുണ്ട്. ഇതാണ് കാലം. മാത്രല്ല പറഞ്ഞ വയൽ പിന്നെ പറയാൻ പറ്റാത്ത കാലമാണ്. പഴയ കാലത്തൊക്കെ ഒരു വയൽ തന്നെ ജീവിതം മുഴുവൻ പറയാമായിരുന്നു. ജീവിതം മുഴുവൻ ഒരു വയൽ പറയാമായിരുന്നു. ഇന്നൊരു വയൽ പറഞ്ഞാൽ അത് പറയുമ്പോൾ തന്നെ ലോകം മുഴുവൻ കേട്ടുപോകുന്ന കാലമാണിത്. അൽഹംദുലില്ലാഹ്, നല്ലതാണ്. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ മടിയൊക്കെ മാറും, മടി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നമ്മൾ നേരെ വിഷയത്തിലേക്ക് കിടക്കാൻ. ഉലയുന്ന സഹോദര ബന്ധങ്ങൾ എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അർഹമുർറാഹിമീനായ റബ്ബ്, ഒരു സഹോദരൻ 1300 റുപ്യ ഒരു ഡയാലിസിന്റെ പൈസ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഒരു പാവപ്പെട്ട സഹോദരനാണ്. അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒന്നുകിൽ സഹോദരി എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ മരുമകൾ. സംസാരശേഷിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരശേഷി റബ്ബ് തിരിച്ചു കൊടുക്കട്ടെ. ഞാൻ ശരിക്കും ഇപ്പൊ നമ്മൾ ഈ വിഷയം പറഞ്ഞാൽ എനിക്ക് തോന്നാം സംസാരശേഷി ഇല്ലാതിരിക്കാനില്ല എന്നാണ്. ഉള്ളോലെന്നെ അത് ഇല്ലാതെയായെങ്കിൽ എന്ന് വിചാരിച്ചു പോകും. എന്താ കാരണം എന്നറിയില്ല, അത്രയാണ് നാവ് കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്ന കുറ്റങ്ങൾ. നാവ് കൊണ്ട് സംസാരശേഷി ഇല്ലാതെയായാൽ വിഷമിക്കേണ്ടതില്ല. കാരണം പരലോകത്തൊരു കുറ്റം ഉണ്ടാവില്ല. നേരെ അള്ളാഹു വിളിച്ചിട്ട് സ്വർഗത്തിൽ കിടന്നു. റഹമുർറാഹിമീനായ അല്ലാഹ്, ആ കുഞ്ഞുമോൾക്ക് സംസാരശേഷി ലഭിക്കലാണ് ഖൈറെങ്കിൽ അത് നൽകണേ റബ്ബേ. അല്ലെങ്കിൽ ആ കുട്ടി മുഖേന ആ കുടുംബത്തിന് തന്നെ സ്വർഗം നൽകാൻ പറ്റുന്ന പരീക്ഷണമായി നീ ഇത് ഖബൂൽ ചെയ്യണേ റബ്ബേ എന്ന് ദുആ ചെയ്യുകയാണ്. ആ സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഉമ്മാക്ക് ചില പ്രയാസങ്ങളുണ്ട്. അല്ലാഹു പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നേരെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൽപ്പിച്ച മതമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം. എന്താണ് ബന്ധം? ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് ഒരുപാട് രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. എൻ്റെ പിതാവും ഞാനും തമ്മിലുള്ള ബന്ധം
പിതൃത്വം എന്ന ബന്ധമാണ്. എന്റെ മാതാവും ഞാനും തമ്മിലുള്ള ബന്ധം മാതൃത്വം എന്ന ബന്ധമാണ്, അല്ലെങ്കിൽ മകൻ എന്ന ബന്ധമാണ്. എന്റെ ജ്യേഷ്ഠാനുജന്മാരും ഞാനും തമ്മിലുള്ള ബന്ധം അത് എന്റെ പിതാവിലും മാതാവിലും ജനിച്ച സഹോദരങ്ങൾ എന്ന രീതിയിലുള്ള ബന്ധമാണ്. എന്റെ സഹോദരിമാരും ഞാനും തമ്മിലുള്ള ബന്ധം എന്റെ പിതാവിന്റെയും മാതാവിന്റെയും എന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിലൂടെ പിറന്ന സഹോദരിമാർ എന്ന ബന്ധമാണ്. ഉമ്മയുടെ കുടുംബക്കാരുമായുള്ള ബന്ധം ഉമ്മയുമായുള്ള രക്തബന്ധത്തിന്റെ പേരിൽ ഉണ്ടായ ബന്ധമാണ്. വാപ്പയുടെ ജേഷ്ഠാനുജന്മാർ, വാപ്പയുടെ പെങ്ങന്മാരടങ്ങുന്ന വാപ്പയുടെ കുടുംബവുമായുള്ള ബന്ധം പിതാവും ഞാനും തമ്മിലുള്ള രക്തബന്ധത്തിന്റെ പേരിലുള്ള ബന്ധമാണ്. ഒരുപാട് ബന്ധങ്ങളുണ്ട് ഒരാൾക്ക്. പ്രധാനമായും ബന്ധങ്ങളെ 3 രീതിയിലാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയത്. കുടുംബബന്ധങ്ങളെ 3 രീതിയിലാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം പരിചയപ്പെടുത്തിയത്. ഒന്ന് രക്തബന്ധം എന്ന് പറയും, മറ്റൊന്ന് മുലകുടി ബന്ധം, മറ്റൊന്ന് കെട്ടുബന്ധം എന്ന് പറയാറുണ്ട്. പഴയ കാലത്ത് വിവാഹബന്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് പുതിയ ഭാഷയിൽ അത് പറയാം. കുടുംബബന്ധങ്ങളെ 3 രീതിയിലാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പരിചയപ്പെടുത്തിയത്. ഈ 3 ബന്ധങ്ങളിൽ ഏത് ബന്ധമായാലും, രക്തബന്ധം എന്ന് പറയുന്നത് പിതാവ് മാതാവ്, പിതാവിന്റെയും മാതാവിന്റെയും വഴിയിലൂടെ ഉള്ള ബന്ധങ്ങൾ, അതെല്ലാം രക്തബന്ധത്തിലുള്ള ബന്ധങ്ങളാണ്. രക്തബന്ധം എന്ന് പറയുന്നത് ഒരാൾ ഭൂമിയിലേക്ക് ജനിക്കുന്നതോടുകൂടെ അയാൾക്ക് ലഭിക്കുന്ന ബന്ധങ്ങളാണ്. അത് ജന്മന ഒരാളിൽ ഉണ്ടായി തീരുന്ന ബന്ധങ്ങളാണ്. അങ്ങനെ ഒരാൾ പറയാൻ അതെന്റെ മോളല്ല എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊരാൾ പറഞ്ഞതുകൊണ്ട് അയാളുടെ മകളല്ലാതെയായി തീരുകയില്ല. ഒരാൾക്ക് ജന്മന ലഭിക്കുന്ന ബന്ധങ്ങളാണ് രക്തബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ. എന്നാൽ കെട്ടുബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്നതോ അതൊരാൾ ജീവിതത്തിൽ സെലക്ട് ചെയ്തെടുക്കുന്ന ബന്ധമാണ്. ഒരാൾ സെലക്ട് ചെയ്യുന്ന ബന്ധമാണ്. ഒരാൾ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതോടുകൂടെ, അല്ലെങ്കിൽ ഒരു പുരുഷനെ ഒരു പെണ്ണ് തന്റെ ജീവിതത്തിന്റെ ഇണയായി സ്വീകരിക്കുന്നതോടുകൂടെ അവർ തമ്മിലുള്ളാകുന്ന ബന്ധത്തിനാണ് വിവാഹബന്ധം എന്ന് പറയാറുള്ളത്. ആ വിവാഹബന്ധത്തിലൂടെ ഉണ്ടായിത്തീരുന്ന ബന്ധങ്ങൾ, ഭാര്യയ്ക്ക് ഭർത്താവിന്റെ കുടുംബവുമായി ഉണ്ടാകുന്ന ബന്ധങ്ങൾ, ഭർത്താവിന് ഭാര്യയുടെ കുടുംബവുമായി ഉണ്ടായിത്തീരുന്ന ബന്ധങ്ങൾ, അതാണ് കെട്ടുബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ 3ാമത്തെ ബന്ധമുണ്ട്, മുലകുടി ബന്ധം എന്നാ നമ്മളതിനെ പറയാറുള്ളത്. മുലകുടി ബന്ധം എന്ന് പറയാറുള്ളത് ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഉണ്ടായിത്തീരുന്ന ബന്ധങ്ങളാണ്. പ്രത്യേക സാഹചര്യത്തിൽ ഒന്നുകിൽ ജനിച്ചപാടെ മാതാവ് മരിച്ചുപോയി, അപ്പൊ മുല കുടിക്കാതെ ഒരു കുട്ടിക്ക് ജീവൻ നിലനിർത്താൻ പ്രയാസമാകും. അപ്പോൾ മുല കൊടുത്ത പെണ്ണുങ്ങൾ, അതായത് ഇസ്ലാം പറഞ്ഞ നിബന്ധനക്ക് ഒത്ത രീതിയിൽ ഒരു സ്ത്രീയുടെ മുല കുടിച്ചു, അപ്പോൾ മുലകുടി ബന്ധമുണ്ടായി എന്ന് പറയും നമ്മൾ. ആ പെണ്ണുമായി കുട്ടിക്ക് മുലകുടി ബന്ധമുണ്ടായി. മുലകുടി ബന്ധത്തിലെ ഉമ്മ എന്നാണ് ആ സഹോദരി ഇസ്ലാം പരിചയപ്പെടുത്തിയത്. ആ ഉമ്മയുമായി ഉണ്ടാകുന്ന മുലകുടി ബന്ധത്തിന്റെ പേരിൽ ആ സ്ത്രീയുമായി ഉണ്ടായ ഈ മാതൃത്വ ബന്ധത്തിലൂടെ എന്തെല്ലാം ബന്ധങ്ങളാണ് വന്നു ചേരുന്നത്, അതാണ് മുലകുടി ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ. ശ്രദ്ധിക്കണം, ഞാൻ ബന്ധങ്ങളൊന്നും ഇങ്ങനെ പറഞ്ഞു പോയതാണ്. എന്തിന്? ബന്ധങ്ങളൊക്കെ ചേർക്കേണ്ട മാസമാണിത്. പെരുന്നാള് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പെരുന്നാളിന് ടൂർ പോകേണ്ടത് കുടുംബങ്ങളിലേക്കാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. കൊടൈക്കനാലിൽ പോയിരുന്നിട്ട്, ബാംഗ്ലൂരിലെ ലാൽബാഗിൽ പോയിരുന്നിട്ട് ബ്രിട്ടീഷുകാരിയായ പെണ്ണിന്റെ പെരടിയിലേക്ക് നോക്കി നിൽക്കുകയില്ല പെരുന്നാളിന് ചെയ്യേണ്ടത്. ടൂർ പോകേണ്ടത് കുടുംബങ്ങളിലേക്കാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതൊരു മനുഷ്യന്റെ പരിധിയിൽ വരുന്ന കുടുംബ ബന്ധങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചതാണ്. എല്ലാ ബന്ധങ്ങളും ചേർക്കണേ എന്ന് പറഞ്ഞ മതമാണ് വിശുദ്ധ ഇസ്ലാം. വല്ലദീന യസിലൂന മാ അമറ അല്ലാഹു ബിഹി അൻ യൂസൽ, ചേർക്കപ്പെടണമെന്ന് അല്ലാഹു കൽപ്പിച്ച എല്ലാ ബന്ധങ്ങളും ചേർക്കുന്നവനാണ് സ്വർഗത്തിന്റെ ആൾ എന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്.
വല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി യൂസൽ, ചേർക്കണമെന്ന് അല്ലാഹു കൽപ്പിച്ച എല്ലാ ബന്ധങ്ങളെയും ചേർക്കുന്ന ആൾ. അങ്ങനെയാ ഖുർആൻ പറഞ്ഞത്. ചേർക്കണം എന്ന് അല്ലാഹുവിന് താല്പര്യം, എല്ലാ ബന്ധവും ചേർക്കണം. ഏതൊക്കെ ബന്ധമാണ് ചേർക്കേണ്ടത്? ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല പോലെ സ്വലാത്തു ചൊല്ലണേ. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടെങ്കിൽ ഒരാൾ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ശ്രദ്ധിക്കണം, അപ്പൊ ഇതൊക്കെ ബന്ധങ്ങളാണ്. നമ്മൾ ഈ പറഞ്ഞത് കുടുംബ ബന്ധമാണ്. എന്നാൽ നമ്മളിവിടെ പറയുന്നത് ഈ ബന്ധങ്ങളല്ലാത്ത അള്ളാഹു പവിത്രമായി കൽപ്പിച്ച മറ്റൊരു ബന്ധത്തെ കുറിച്ചാണ്. കുടുംബ ബന്ധത്തെ കുറിച്ച് നമ്മൾ പറയണം, പക്ഷെ നമ്മളെ വിഷയം ഉലയുന്ന സഹോദര ബന്ധങ്ങൾ എന്നായതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കണിശമായി പഠിപ്പിച്ചിരിക്കുന്ന പവിത്രമായ ഒരു ബന്ധത്തെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടെ ആ ബന്ധത്തെ ഓർമ്മപ്പെടുത്തി പോയിട്ടുണ്ട്. ഏതാണ് ആ ബന്ധം? ആ ബന്ധമെന്ന് പറയുന്നത് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. ആ ബന്ധത്തിന് രക്തബന്ധവുമായി ബന്ധമില്ല, രക്തബന്ധവുമായി ബന്ധമില്ല, മുലകുടി ബന്ധവുമായി ബന്ധമില്ല, വിവാഹത്തിന്റെ പേരിലുള്ള ബന്ധവും ആ ബന്ധത്തിനില്ല. ആ ബന്ധങ്ങളെയെല്ലാം മറികടക്കുന്ന പവിത്രമായ മറ്റൊരു ബന്ധമാണത്. വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഭൂമി ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരാണിന്റെയും പെണ്ണിന്റെയും മക്കളാണ്. ശ്രദ്ധിക്കണേ എന്റെ സഹോദരങ്ങളെ, സഹോദര ബന്ധങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സാധാരണ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോഴെല്ലാം സ്നേഹനിധികളായ സഹോദരങ്ങളെ എന്നൊക്കെ പറയാറുണ്ട്. അതൊരു കേവലം വർത്തമാനമല്ല, അതൊരു കേവലം വാക്കല്ല. ശ്രദ്ധിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം പവിത്രതയാണ് അതിനെ കൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കുന്നുണ്ട്. അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഭൂമി ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരാണിന്റെയും പെണ്ണിന്റെയും മക്കളാണ്. ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم يا أيها الناس ജനങ്ങളെ إنا خلقناكم من ذكر وأنثى, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഭൂമി ലോകത്ത് എല്ലാ മനുഷ്യരും ഉണ്ടായത് ഒരു മനുഷ്യനിൽ നിന്നാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്ന ആയത്തുകളിലൊക്കെ അല്ലാഹു യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞു. യാ അയ്യുഹന്നാസ് ജനങ്ങളെ എന്നാ പറഞ്ഞ്, യാ അയ്യുഹല്ലദീന ആമനൂ മുഅ്മിനീങ്ങളെ എന്നല്ല. യാ അയ്യുഹന്നാസ് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫൂ, നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും ഉപഗോത്രങ്ങളുമാക്കി തിരിച്ചത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമനാരാ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ തഖ്വ ചെയ്യുന്ന ആളാണ് എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ ഞാൻ ഈ ആയത്ത് പറഞ്ഞത് എന്തിനാ? ഭൂമി ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരാണിന്റെയും പെണ്ണിന്റെയും മക്കളാണ്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന യാ അയ്യുഹന്നാസ് ഉത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരു ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്ത് ജീവിക്കണേ. വഖലഖ മിൻഹാ സൗജഹാ, ആ ശരീരത്തിൽ നിന്നാണ് ആ ശരീരത്തിന് ആവശ്യമായ ഇണയും അല്ലാഹു സൃഷ്ടിച്ചത്. വഖലഖ മിൻഹാ സൗജഹാ വബത്ത മിൻഹുമാ റിജാലൻ കതീറൻ വനിസാഅ, എന്നിട്ട് ആദ്യത്തെ പുരുഷനിൽ നിന്നും ആദ്യത്തെ പെണ്ണിൽ നിന്നും ഭൂമിയിലേക്ക് ധാരാളം സ്ത്രീ പുരുഷന്മാരെ ഞാൻ പടച്ചുവിട്ടു എന്ന് ഖുർആൻ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഒട്ടേറെ മുഹദ്ദിസുകൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാവരും ആദമിൽ നിന്ന് വന്നവരാണ്. ആര്? നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, അധ്യക്ഷ പ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയല്ലോ, രാവിലെ വന്നിട്ട് ഡയാലിസ് ചെയ്യുന്നത് ജോസ് ആണെങ്കിൽ ഉച്ചക്ക് മറിയമാണെങ്കിൽ വൈകുന്നേരം രാമനാണ് എന്ന് ഓർമ്മപ്പെടുത്തിയല്ലോ. എല്ലാവരും ഏതു മതസ്ഥരാണെങ്കിലും മതമില്ലാത്തവരാണെങ്കിലും എല്ലാവരും കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാവരും ആദം അലൈഹിസ്സലാമിൽ നിന്ന് ജനിച്ചവരാണ്. വആദമു മിൻ തുറാബ്, ആദം അലൈഹിസ്സലാം മണ്ണിൽ നിന്നാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മക്കളാണ്. ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കൾക്കാണ് നമ്മൾ പറയാറുള്ളത് സഹോദരങ്ങൾ എന്ന് പറയാറുള്ളത്, അല്ലേ? ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളായി ജനിച്ചവർക്കാണ് നമ്മൾ സഹോദരങ്ങൾ എന്ന് പറയാറുള്ളത്. അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്താൻ ഞാൻ എന്റെ അഭിപ്രായം പറയല്ല, എന്റെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ ഖുർആനാണ്. ഭൂമി ലോകത്തുള്ള എല്ലാ മനുഷ്യരും സഹോദരങ്ങളാണ് എന്നപ്പോൾ എല്ലാവരും തമ്മിലുള്ള ബന്ധം സൗഹൃദ ബന്ധമാണ്. ഞാനും അഡ്വക്കേറ്റ് നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് നിസാറും തമ്മിലുള്ള ബന്ധം എന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലല്ല മുഹമ്മദ് നിസാർ ജനിച്ചതെങ്കിലും ഞാനും അവരും തമ്മിലുള്ള ബന്ധം സൗഹൃദ ബന്ധമാണ്, സഹോദരങ്ങൾ എന്ന ബന്ധമാണ്. നിങ്ങളുടെ ഉമ്മയും ഉപ്പയും ഒന്നല്ലെങ്കിലും നിങ്ങളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും എല്ലാവരുടെയും പിതാമഹൻ ഒന്നാണ്, ആദമാണ്. എല്ലാവരുടെയും പിതാമഹി ഒന്നാണ്, അത് എല്ലാവരുടെയും പിതാമഹി ഒന്നാണ്, അത് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയാണ്. പരിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാടാണ്, ഞാൻ എന്റെ കാഴ്ചപ്പാട് പറയില്ല. പരിശുദ്ധ ഖുർആന്റെ ആയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും എന്റെ സഹോദരങ്ങളാ, നിങ്ങളെല്ലാവരും എന്റെ സഹോദരിമാരാണ്. അതുകൊണ്ട് ആമുഖമായി സഹോദരിമാരെ എന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഖുർആൻ പഠിപ്പിച്ചത്. എന്താ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമം ഉച്ചരിച്ചുകൊണ്ട് ലോകമാസകലം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോ ആ വെള്ളത്തിലൂടെ കപ്പലോട്ടിപ്പോയ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പൊന്നുമോൻ വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് മുങ്ങുകയാണ്, അല്ലേ? വിശ്വാസികളും അവിശ്വാസികളുമായി മാറിയവർ വിശ്വാസികളെ മുഴുവനെ കപ്പലിൽ കയറ്റാൻ പറഞ്ഞു. അവിശ്വാസികൾ വെള്ളത്തിൽ മുങ്ങിത്താവാൻ പോവാ. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലോട്ട് ഇങ്ങനെ പോകുമ്പോഴാ ബിസ്മില്ലാഹി മജ്റാഹാ വമുർസാഹാ, ആ കപ്പലിന്റെ ചാവി ഏതായിരുന്നു, ബട്ടണതായിരുന്നു. ബിസ്മില്ലാഹി മജ്റാഹ എന്ന് പറഞ്ഞാൽ, ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ ആ കപ്പൽ പോകും, ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ നിൽക്കേണ്ടിടത്തത് നിൽക്കും. അതായിരുന്നു ആ കപ്പലിന്റെ ബട്ടൺ എന്ന് ഖുർആൻ. അങ്ങനെയുള്ളൂ. ഇന്ന് പല ബട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു വട്ടം അമർത്തിയാൽ ഓണാവും, അതന്നെ പിന്നെ അമർത്തിയാൽ ഓഫാവും. ഒരു തവണ അമർത്തിയാൽ ഓണായി, അടുത്ത തവണ അമർത്തുമ്പോൾ അത് ഓഫായി പോകുന്നു. ഇതായിരുന്നു ആ കപ്പലിന്റെ സ്വഭാവം എന്ന് ഖുർആൻ. ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ അതങ്ങനെ സഞ്ചരിക്കും, അടുത്ത ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും, പിന്നെയും ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ അത് സഞ്ചരിക്കും. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ആ കപ്പലോട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് തന്റെ പൊന്നുമോൻ വെള്ളത്തിൽ കിടന്നിങ്ങനെ മുങ്ങിത്താവുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം പ്രവാചകനായിരുന്നെങ്കിലും നൂഹ് നബി അലൈഹിസ്സലാമിനോട് മകൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ മകൻ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താകുമ്പോഴാ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, അള്ളാഹുവിനോട് ദുആ ചെയ്തത്, എന്റെ പൊന്നുമോനാ റബ്ബേ, അത് വിശ്വസിച്ചിട്ടില്ല, എന്നാലും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പൊന്നുമോനോട് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞ, മോനെ ഇർകബ് മഅനാ, ഈ കപ്പലിലേക്ക് കയറ് മോനെ, ഇന്ന് അല്ലാഹു ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹ്, ഇന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാവുന്ന മാർഗങ്ങളില്ല മോനെ, ഈ കപ്പലിലേക്ക് കയറ് മോനെ, എന്നാലേ രക്ഷപ്പെടാൻ കഴിയൂ. അപ്പൊ മോൻ വാപ്പയോട് പറഞ്ഞു, വാപ്പാ വേണ്ട, ആ വെള്ളം കയറിയിട്ടില്ലാത്ത മല കണ്ടില്ലേ ഉപ്പ നിങ്ങൾ, ആ മലയിലേക്ക് വെള്ളം വരില്ല, ആ മലയിലേക്ക് നീന്തിയിട്ട് ഞാൻ രക്ഷപ്പെട്ടോളൂ, ഉപ്പാന്റെ കപ്പൽ എനിക്ക് വേണ്ട, ഉപ്പാന്റെ കപ്പൽ എനിക്ക് വേണ്ട. നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, മോനെ നഹ്ലിക്, അവൻ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളല്ല, അവൻ നിങ്ങളുടെ മോനാണ് എന്ന് പറഞ്ഞാ പറ്റോ?
അവൻ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളല്ല. ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്, അവൻ വിശ്വസിച്ചിട്ടില്ലല്ലോ നൂഹ് നബിയെ. അവൻ വിശ്വസിക്കാത്തത് കൊണ്ട്, പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരാത്തത് കൊണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനായ നൂഹ് നബി ഇസ്ലാമിനോടുള്ള പറയാൻ, അവൻ അങ്ങയുടെ കുടുംബത്തിൽപ്പെട്ട ആളല്ല. അപ്പൊ ഈ ബന്ധത്തിന് പവിത്രതയേകുന്നത് ഈമാൻ എന്ന് പറയുന്ന സംഗതിയാണ്. അതിനെ ഞാൻ ഇത് പറഞ്ഞത്, ഞാൻ കേവലം ഒരു വിഷയം പറഞ്ഞു പോവല്ല. മാത്രമല്ല, ഈ വിഷയം എന്നെ സംസാരിക്കാൻ ഞാൻ ഒരുങ്ങുമ്പോ തന്നെ സമയമില്ല എന്നതെന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുമുണ്ട്. വളരെ ഗൗരവത്തിൽ സംസാരിക്കേണ്ട വിഷയമാണിത്. പലപ്പോഴും നമ്മൾ പറയാറുള്ളത്, അത് അദ്രമാൻ കുട്ടിയല്ലേ, അത് മൂസക്കുട്ടിയല്ലേ. അല്ല, നിന്റെ സഹോദരനാണ്. ആ സഹോദരനും നീയും തമ്മിലുള്ള ബന്ധത്തിന്റെ പവിത്രത എത്രയാണ്. അള്ളാഹുവിന്റെ ഖുർആനാ പറഞ്ഞു തരുന്നത്, ഈ ബന്ധത്തിന് പവിത്രതയേകുന്നത് ഈമാനാണ്, വിശ്വാസമാണ്. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, മുഅ്മിനും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്, മുസ്ലിമും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി, അവർ അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലിലും വിശ്വസിച്ചവരാണ്. അപ്പോ പിതാവ് ഒന്ന്, മാതാവ് ഒന്ന്, സഹോദര ബന്ധമായി. ആ സഹോദര ബന്ധത്തിന് പവിത്രത കൈവന്നു നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുക കൂടെ ചെയ്യുന്ന ആളുകളാകുമ്പോൾ, പരിശുദ്ധമായ ഖുർആന്റെ അധ്യാപനം അങ്ങനെയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പ്രബോധനത്തിന് വേണ്ടി അയക്കുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ അയക്കുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മുആദ് തങ്ങളെ, നിങ്ങൾ യമനിലേക്ക് പോകും പ്രബോധനത്തിനായി. യമനിൽ ചെന്നാൽ നിങ്ങൾ അവരോട് അള്ളാഹുവിനെ കുറിച്ച് പറയണം, എന്നെ കുറിച്ച് പറയണം, പരിശുദ്ധമായ ദീൻ നിങ്ങൾ പരിചയപ്പെടുത്തണം. അങ്ങനെ അവർ അള്ളാഹുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവരെ ഒന്നും ചെയ്യാൻ പാടില്ല. അസമോ മിന്നീ ദിമാഅഹും വഅംവാലഹും ഇല്ലാ ബിഹഖിൽ ഇസ്ലാം. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ കലിമത്തിൽ വിശ്വസിക്കുന്നതോടുകൂടെ അസമൂ മിന്നീ ദിമാഅഹും വഅംവാലഹും, അവരുടെ രക്തത്തിനത് കാവലാണ്, രക്തത്തിനത് പവിത്രതയാണ്, അവരുടെ സ്വത്തിനത് കാവലാണ്, അവരുടെ ശരീരത്തിനത് കാവലാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദിൽ വിശ്വസിക്കുന്നതോടുകൂടെ ഈ സൗഹൃദ ബന്ധത്തിന് പവിത്രത കൈവരികയാണ്. അതൊരു വല്ലാത്ത ബന്ധമായി മാറുകയാണ്. ആ ബന്ധത്തിന്റെ പേരെന്താണെന്നറിയോ? അല്ലാഹു നൽകിയിരിക്കുന്ന പേര് ശ്രദ്ധിക്കണേ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീകളെല്ലാം ഏകോദര സഹോദരങ്ങളാണ്. ശ്രദ്ധിക്കണം നിങ്ങൾ, ഖുർആന്റെ പ്രയോഗം ഞാൻ ആയത്തിലൂടെയും ഹദീസിലൂടെയുമാണ് ഈ വിഷയം പറയുന്നത്. എന്റെ അഭിപ്രായം എടുത്തു പറയല്ല. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നിങ്ങളെല്ലാം ഏകോദര സഹോദരങ്ങളാണ്. എന്താണ് ഏകോദര സഹോദരങ്ങൾ പറഞ്ഞാൽ? അഖ് എന്ന പദം അറബിയിലെ പദമാണല്ലോ അത്. അഖ് എന്ന് പറയാറുള്ളത് ഒരേ ഉമ്മയുടെയും വാപ്പയുടെയും രക്തബന്ധത്തിൽ, അല്ലെങ്കിൽ ഒരേ ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നും ജനിക്കുമ്പോഴാണ് അഖ് എന്ന് പറയാറുള്ളത്. ഫ്രണ്ട് എന്ന അർത്ഥത്തിൽ അഖ് എന്ന് പറയൂല. സുഹൃത്ത് എന്ന അർത്ഥത്തിൽ അറബിയിൽ അഖ് എന്ന് പറയാറില്ല. ഫ്രണ്ട്സ് എന്ന അർത്ഥത്തിലാണെങ്കിൽ അറബിയിൽ അതിന് പ്രയോഗിക്കാറുള്ളത് സ്വദീഖ് എന്നാണ്. ശ്രദ്ധിക്കണം, അല്ലാഹുവാ പറഞ്ഞു തരുന്നത്, പ്രപഞ്ചനാഥനായ അള്ളാഹു പറഞ്ഞു തരികയാണ് മുസ്ലിം സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എന്താണ് എന്ന്. അപ്പോ നമ്മൾ സാധാരണ പറയില്ല അങ്ങനെ, മുഹമ്മദ് സാർ എന്റെ ഫ്രണ്ടാന്ന് പറയാം. മുഹമ്മദ് സാർ എന്റെ ഫ്രണ്ടാണ് അല്ലെ? നിങ്ങളൊക്കെ പേരെന്താ? എനിക്ക് ഓർമ്മയില്ല. ഷുക്കൂർ ഫൈസി ഉസ്താദ് എന്റെ ഫ്രണ്ടാന്നാ പറയാ. അള്ളാഹു പറയാ, നിങ്ങൾ ഫ്രണ്ട് എന്നല്ല പറയേണ്ടത്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, എന്റെ സഹോദരൻ എന്നാ നിങ്ങൾ പറയേണ്ടത്, സുഹൃത്ത് എന്നല്ല പറയേണ്ടത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സുഹൃത്ത് എന്നായിരുന്നു അല്ലാഹു പറയുന്നതെങ്കിൽ ഇന്നമൽ മുഅ്മിനൂന അസ്ദിഖാഉൻ, മുഅ്മിനീങ്ങളെല്ലാം ഫ്രണ്ട്സുകളാണ് എന്നായിരുന്നു അല്ലാഹു പറയാ. അങ്ങനെ പോലുമല്ല. അഖ് എന്ന് പറയാനുള്ളത് ഒരേ വാപ്പയുടെയും ഉമ്മയുടെയും മക്കളായി ജനിക്കുമ്പോഴാണ്. ആ പദമാണ് അല്ലാഹുവിടെ ഉപയോഗിച്ചത്. എന്റെ ജ്യേഷ്ഠന് ചൂണ്ടിയിട്ട് ഞാൻ പറയും, അതാ അഖി,
ഇതെന്റെ സഹോദരനാണ്. എന്റെ നേരെ പെങ്ങളെ ചൂണ്ടിയിട്ട് ഞാൻ പറയും ഹാദിഹി ഉഖ്തി, ഇതെന്റെ പെങ്ങളാണ്. എന്റെ വാപ്പയിൽ എന്റെ ഉമ്മയിൽ എനിക്ക് ജനിച്ച പെങ്ങളെ ചൂണ്ടിയിട്ട് ഞാൻ പറയും ഹാദിഹി ഉഖ്തി, ഇതെന്റെ പെങ്ങളാണ്. ഇതാണ് ഖുർആൻ. എങ്ങനെയാണ് അറബി ഭാഷയിൽ പറയാറുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച പദം നോക്കണേ നിങ്ങൾ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, മുഅ്മിനീങ്ങളെല്ലാം ഒരു വാപ്പയിലും ഒരു ഉമ്മയിലും ജനിച്ച മക്കളെ പോലെ ജീവിക്കേണ്ടവരാ എന്ന് പരിശുദ്ധമായ ഖുർആൻ. നിങ്ങളെ തൊട്ടടുത്തിരിക്കുന്ന നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരനില്ലേ, ആ സഹോദരനെ കുറിച്ച് ഇസ്ലാം പറഞ്ഞത് നിങ്ങളുടെ സഹോദരനാണ്. ഉമ്മമാരെ, നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന സഹോദരിയില്ലേ, ആ സഹോദരിയെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയത് നിങ്ങളുടെ ജ്യേഷ്ഠത്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അനുജത്തിയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയത് നിങ്ങളുടെ ജ്യേഷ്ഠനാണ്, നിങ്ങളുടെ അനുജനാ. അത് അത്രമേൽ പവിത്രമായ ബന്ധമാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, മുലകുടി ബന്ധമുണ്ട്, അതേപോലെ രക്തബന്ധമുണ്ട്, കെട്ടുബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. രക്തബന്ധം എന്ന് പറഞ്ഞാൽ ജനിച്ചു എന്നതിന്റെ പേരിലുള്ള ബന്ധമാണ്. ശ്രദ്ധിക്കണേ, ഈ ബന്ധത്തിന്റെ അടുത്ത പവിത്രതയെ പറയണത്. രക്തബന്ധം എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ വാപ്പയും തമ്മിലുള്ള ബന്ധം, വാപ്പാന്റെ മോനായി ഞാൻ ജനിച്ചു എന്നാണ്. ഞാനും എന്റെ ഉമ്മയും തമ്മിലുള്ള ബന്ധം, ഞാൻ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 10 മാസം കിടന്ന് ഉമ്മ എന്നെ പ്രസവിച്ചു എന്ന ബന്ധമാണ്. ഇതാണല്ലോ ഞാനും എന്റെ പെങ്ങളും തമ്മിലുള്ള ബന്ധം, എന്റെ ഉമ്മായുടെ ഗർഭപാത്രത്തിൽ പിറന്നവർ എന്ന ബന്ധമാണ്. എന്റെ സഹോദരങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം, എന്റെ ഉപ്പായുടെ മക്കളായി ജനിച്ചു എന്ന ബന്ധമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, എന്റെ ഉപ്പായുടെ സഹോദരങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം, എന്റെ ഉപ്പയും ഞാനും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഉപ്പായുടെ കുടുംബമാണെങ്കിൽ ആ കുടുംബവും ഞാനും തമ്മിലുള്ള ബന്ധം ഉപ്പയുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ്. ശ്രദ്ധിക്കണേ, ഞാൻ ഈ ബന്ധത്തിന്റെ പ്രാധാന്യം എന്തെന്ന് പറയാൻ അത് അഴിച്ചു കൊണ്ടിരുന്നത്, ഇത് അഴിച്ചു കൊണ്ടുവരുന്നതിനാണ്. മനസ്സിലായോ? മറ്റേതാ ബന്ധം ബന്ധം എന്ന് പറഞ്ഞു പോയാൽ മനസ്സിലാവൂല. അതിനാ ഞാൻ ഇതോരോന്നും ഇങ്ങനെ കെട്ടഴിച്ചു കൊണ്ടുവരുന്നത്. സമയമില്ല, എനിക്ക് തോന്നുന്ന നാളെ ഇതന്നെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രമേൽ ബന്ധങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. മുസൽമാന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്ന കാലമാ. മുസ്ലിം ഉമ്മത്തിനെ നെടുകെ പിളർത്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. സോനെ, നല്ല ബോധം കൊടുക്കുക റബ്ബേ, ദ്വാരക്കല്ലാതെ എന്ത് ചെയ്യാം? റബ്ബേ, നല്ല ബോധം നൽകണേ അല്ലാ എന്നെപ്പോഴും നിങ്ങൾ ദുആ ചെയ്യണേ എന്റെ സഹോദരങ്ങളെ. വിഷയം നമ്മൾ ആഴത്തിലേക്ക് പറഞ്ഞാൽ നമ്മൾ പൊട്ടിക്കരയേണ്ടി വരും ഈ സദസ്സിൽ വെച്ച്. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച അധ്യാപനത്തിൽ മുസ്ലിം ഉമ്മത്ത് ഇന്ന് ഉണ്ടോ എന്ന് ഓർത്ത് വിലപിച്ചു കരയാതെ എഴുന്നേറ്റ് പോകാൻ പറ്റാത്ത വിഷയമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്റെ ഉപ്പ കുടുംബവുമായുള്ള ബന്ധം എനിക്ക് എന്റെ വാപ്പയുടെ ചേട്ടന്മാരായാലും പെങ്ങന്മാരായാലും ആരുമായുള്ള ബന്ധമായാലും ഞാൻ ഉപ്പയും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിലാണ് ആ ബന്ധം. എന്റെ ഉമ്മ കുടുംബവും ഞാനും തമ്മിലുള്ള ബന്ധം അതേപോലെ തന്നെ ഉമ്മയുമായി എനിക്കുള്ള ബന്ധത്തിന്റെ പേരിലാണ് മറ്റുള്ളവരുമായുള്ള ബന്ധം. എന്നാൽ ഭാര്യ കുടുംബവുമായുള്ള ബന്ധം അങ്ങനെ തന്നെ ഞാനും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിൽ ഉണ്ടായ ബന്ധമാണ് മറ്റുള്ള ബന്ധങ്ങളെല്ലാം. എന്നാൽ ഒരു മുസ്ലിമും തമ്മിലുള്ള ബന്ധം എന്തിന്റെ പേരിലാണെന്നറിയോ? അൽബില്ലാ. ഉപ്പയുടെ കുടുംബവും ഞാനും തമ്മിലുള്ള ബന്ധം ഉപ്പയുമായുള്ള ബന്ധത്തിന്റെ പേരിലാണെങ്കിൽ, ഉമ്മയും ഞാനും തമ്മിലുള്ള കുടുംബവുമായുള്ള ബന്ധം ഉമ്മയും ഞാനും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിലാണെങ്കിൽ, മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം അല്ലാഹുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ്. ശ്രദ്ധിക്കണേ, ഈ ബന്ധത്തിന്റെ പവിത്രത എത്രയാണ്! ഈ ബന്ധത്തിന്റെ, മുസ്ലിമായ എന്റെ സഹോദരനും ഞാനും കേവിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആ ബന്ധത്തെ ബന്ധിപ്പിക്കുന്ന കണ്ണി ഏതാണ്? അല്ലാഹു എന്ന ബന്ധമാണ് അതിൽ കണ്ണിയായി നിൽക്കുന്നത്, അതിൽ മധ്യവർത്തിയായി നിൽക്കുന്നത് അല്ലാഹ് എന്ന ബന്ധമാണ്. ഞാൻ നേട്ടങ്ങളോട് പറഞ്ഞല്ലോ, എന്റെ വാപ്പ കുടുംബവും ഞാനും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിൽ മദ്യം നിൽക്കുന്നത് എന്റെ വാപ്പയാണ്. ഉമ്മ കുടുംബവും ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ മദ്യം നിൽക്കുന്നത് എന്റെ ഉമ്മയാണ്. ഭാര്യയുടെ കുടുംബവും ഞാനും തമ്മിലുള്ള, എന്റെ അമ്മോക്ഷനും ഞാനും തമ്മിലുള്ള ബന്ധം മരിച്ചുപോയ അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ.
എന്റെ അമ്മായിമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. എന്റെ അമ്മായിമ്മയെ 13 കൊല്ലം മുമ്പ് ഞാൻ എന്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ അറിയുക പോലുമില്ലായിരുന്നു. ഞാൻ ആ പെണ്ണിനെ എന്റെ ഭാര്യയെ നിക്കാഹ് ചെയ്തപ്പോൾ ആ ഏതോ ഒരു അന്യ പെണ്ണ് എന്റെ ഉമ്മയെ പോലെയായി എനിക്ക്. അപ്പൊ ഞാനും എന്റെ അമ്മായിമ്മയും തമ്മിലുണ്ടായ ബന്ധത്തിൽ മദ്യം എന്നതാര എന്റെ ഭാര്യയാണ്. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, മുസ്ലിമായ നമ്മുടെ സഹോദരനും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ മധ്യവർത്തിയായി നിൽക്കുന്നതാരാ? അല്ലാഹുവാൻ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് ഖുർആൻ അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ. നിങ്ങളൊരു വാപ്പയുടെയും ഉമ്മയുടെയും മക്കളെ പോലെ തന്നെയാണ്. നിങ്ങൾ ഒരുപാട് വിഷയത്തിൽ സംഗമിച്ചവരാണ്. എന്താണ് ആ സംഗമം? നിങ്ങളെല്ലാവരുടെയും വാപ്പ ഒന്നാണ്, ആദം അലൈഹിസ്സലാമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഉമ്മ ഒന്നാണ്, ഹവ്വാ ബീവിയാണ്. ആ ബന്ധത്തിൽ മാത്രമല്ല, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് അല്ലാഹുവിലാണ്. അപ്പൊ നിങ്ങൾ ജന്മത്തിൽ മാത്രമല്ല വിശ്വാസത്തിലും സംഗമിച്ചവരാണ്. പോരാ, നിങ്ങളുടെ എല്ലാവരുടെയും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്ന ഗ്രന്ഥം അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കി തന്ന ഖുർആനാണ്. അപ്പൊ നിങ്ങൾ ജന്മത്തിൽ മാത്രമല്ല വിശ്വാസത്തിലും ഒന്നിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഏകോദര സഹോദരങ്ങൾ എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ടാണല്ലോ മുസ്ലിങ്ങൾക്ക് ദുആ ചെയ്യാൻ പറഞ്ഞെടുത്തല്ല, മുസ്ലിങ്ങളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് എന്നല്ല പറയാൻ പറഞ്ഞത്, മുസ്ലിങ്ങളായ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്നല്ല ദുആ ചെയ്യാൻ പറഞ്ഞത്. റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ശ്രദ്ധിക്കണേ, പരിശുദ്ധ ഖുർആനാ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാതെ നമ്മുടെ മുമ്പേ മരിച്ചുപോയ മുസ്ലിങ്ങളെ കുറിച്ച് പോലും ഖുർആൻ പറഞ്ഞതെന്താ? റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഞങ്ങളുടെ മുമ്പേ വിശ്വാസത്തിൽ ഞങ്ങളുടെ വഴി സ്വീകരിച്ചു മരിച്ചുപോയ, ഞങ്ങൾ കാണാത്ത ഞങ്ങളുടെ ഇക്കമാർക്ക് നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്. മരിച്ചുപോയ ഏത് മുസ്ലിമിന്റെ ഖബറിന്റെ അടുത്ത് പോയി ദ്വാരക്കുമ്പോഴും സ്വന്തം ഇക്കാക്കാക്ക് ദ്വാരക്കണമാതിരി ദ്വാരക്കണം എന്നാ. പിന്നെ എങ്ങനെ മരിച്ച ഖബറിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയാം? അവരെല്ലാം നിങ്ങളുടെ സഹോദരങ്ങളാണ്. റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. പഠിച്ചോനെ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ അല്ലാ. ഞങ്ങളുടെ മുമ്പേ വിശ്വാസം ഉൾക്കൊണ്ട് മരിച്ചുപോയവർക്കും നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്നല്ല, ഞങ്ങളുടെ സുഹൃത്തുക്കൾ. ഞാൻ പറയട്ടെ, അത് വേറെ ആരോ പഠിപ്പിച്ചതാണ്. ഫ്രണ്ട്സ് എന്ന പ്രയോഗം വേറെ എവിടെന്നോ വന്നതാണ്. അതെന്റെ സുഹൃത്താണ്, വേറെ എവിടെന്നോ വന്നതാണ്. അതെന്റെ ആത്മസുഹൃത്താണ്. പറഞ്ഞാ പോരാ, അതെന്റെ ആത്മമധ്യത്തിലുള്ള സഹോദരനാണ് എന്ന് തന്നെ പറയണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്റെ താല്പര്യമത. ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നത് അത്രമേൽ ബന്ധം രൂഢമൂലമാണ് മുസ്ലിമും തമ്മിലുള്ള ബന്ധം. നീ ശ്രദ്ധിക്കണേ, ഈ ബന്ധം എങ്ങനെയാവണമെന്ന, ഇതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ബന്ധത്തിന്റെ പവിത്രത എങ്ങനെയാവണം? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹിനെ പഠിപ്പിക്കേണ്ടത്. ഖുർആന് വ്യാഖ്യാനം പറയാൻ വന്ന നബിയാണല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബന്ധത്തിന്റെ ആഴം എന്ത് എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മൾ പറയുന്ന സമയത്തോട് അടുക്കുകയാണ്. ഏതായാലും കഴിയുന്ന സമയം വരെ നമുക്ക് പറയാമില്ലെങ്കിൽ ഈ വിഷയം നമ്മൾ മറ്റെവിടെയെങ്കിലും വെച്ച് നമുക്കത് പറഞ്ഞു പൂർത്തിയാക്കുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താണ് ഈ പറഞ്ഞ തന്നെ ഒരുപാട് പറയാനുണ്ട്. എന്താണ് പറഞ്ഞത്? ഒരു മുസ്ലിമായ സഹോദരൻ വീടില്ലാതെ വിഷമിക്കുന്നുവെങ്കിൽ നിന്റെ ഇക്കാക്കാക്ക് വീടില്ലാപ്പോ നിന്റെ മനസ്സിൽ എന്ത് വേദന ഉണ്ടാകുമോ അതേ വേദന നിനക്കുണ്ടാവണം. അതുകൊണ്ടാ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലാവട്ടെ കേരളത്തിൽ വീടില്ലാത്തവർക്ക് വീടുകൾ ഉയരുന്നത്. മനുഷ്യ സ്നേഹിയായ മനുഷ്യന്റെ പേരിലാകട്ടെ എന്ന് തീരുമാനിച്ചത്. വീടില്ലാത്ത ഒരാളെ കണ്ടാൽ നിങ്ങളുടെ മനസ്സിന് വേദന ഉണ്ടാവണം.
ഒരാൾ കിഡ്നി രോഗിയായി കിടക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ആ വേദന ഉണ്ടാവേണ്ടത്? നിങ്ങളുടെ ഇക്കയോ നിങ്ങളുടെ അനുജനോ നിങ്ങളുടെ പെങ്ങളോ ആണ് കിഡ്നി രോഗിയായി മാറിയതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേദന ഉണ്ടാകുമോ? അതേ വേദന വേണം നിങ്ങളുടെ സമുദായത്തിൽ, നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ കിഡ്നി രോഗിയായാലെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. സ്വലാത്ത് ചൊല്ലൂ നിങ്ങൾ. നമ്മുടെ സദസ്സ് ദുആക്കുത്തരമുള്ള സദസ്സാക്കി തരട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു ബന്ധം അങ്ങനെയാണ്. ആ ബന്ധത്തിന്റെ ആഴം എങ്ങനെയാകണം എന്നാണ് പുണ്യനബി പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഥലുൽ മുഅ്മിനീന, ശ്രദ്ധിച്ചോളൂ, ഞാൻ ബന്ധം എങ്ങനെ ആവണം എന്നാണ് അടുത്തത് പുണ്യനബി പറഞ്ഞത്. ബന്ധം ഇങ്ങനെയാണ് എന്ന് ഖുർആൻ പറഞ്ഞു. ഞാൻ ഇതിന് വ്യാഖ്യാനം പറയാം. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഥലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വതറാഹുമിഹിം വതആതുഫിഹിം കമഥലിൽ ജസദ് إذا اشتكى منه عضو تداعى له سائر الجسد بالسهر والهمة. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മതലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം, മുഅ്മിനീങ്ങൾ പരസ്പരമുള്ള സ്നേഹത്തിന്റെ ഉദാഹരണം. മുഅ്മിനീങ്ങൾ തമ്മിലുള്ള, സഹോദരങ്ങളായ മുഅ്മിനീങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ഉദാഹരണം. വതറാഹുമിഹിം, അവർ പരസ്പരമുള്ള കരുണയുടെയും ഉദാഹരണം. വതആതുഫിഹിം, അവർ പരസ്പരമുള്ള മാനസികമായ ഒരു പ്രത്യേകമായ ബന്ധത്തിന്റെയും ഉദാഹരണം. മുസ്ലിങ്ങൾ തമ്മിൽ ഉണ്ടാകേണ്ട സ്നേഹം എങ്ങനെയാണ്? ആരെക്കുറിച്ചായി പറഞ്ഞറിയോ? ആരെക്കുറിച്ചായി പറഞ്ഞത്? എന്റെയും നിങ്ങളുടെയും ഒക്കെ തൊട്ടടുത്ത് ഇടത്തും വലത്തും പിന്നിലും മുമ്പിലും ഒക്കെ നിൽക്കുന്ന സഹോദരങ്ങൾ, ജീവിതത്തിൽ നമ്മൾ കണ്ണ് കാണുക പോലും ചെയ്തിട്ടില്ലാത്ത പല രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം എങ്ങനെയാവണം? ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അവർ തമ്മിലുള്ള കരുണ എങ്ങനെയാവണം? മഥലുൽ ജസദ്, ഒരു തടി പോലെയാകണം നിങ്ങൾ, ഒരു ശരീരം പോലെ. ഇദസ്തകാ മിൻഹു അളവൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മാ. ഇദസ്തകാ മിൻഹു അളവൻ, ഈ മനുഷ്യ ശരീരത്തിലെ ഒരവയവത്തിന് വല്ല അപകടവും പറ്റിയാൽ, കയ്യിന് മുറിവായി, കയ്യിനൊരു മുറിവ് പറ്റിയാൽ കരയാറുള്ളതാരാ? ആരാ കരയാ? കണ്ണ് കരയും. കയ്യിന് മുറിവ് പറ്റിയാൽ കണ്ണ് കരയും. കാലിന് പരിക്ക് പറ്റിയാൽ കാലിന് വേണ്ടി എത്ര ദിവസമാണ് കണ്ണുറക്കൊഴിക്കുന്നത്? ഈ ബന്ധത്തിന്റെ പവിത്രത നോക്ക് നിങ്ങൾ ആയം പഠിപ്പിക്കുന്നത്. അള്ളാന്റെ ഹബീബ പറഞ്ഞു തരുന്നത്, ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് മുറിവ് പറ്റിയാൽ കണ്ണ് വേദനിക്കുന്ന പോലെ, മാത്രമല്ല ശരീരത്തിന് മുറിവ് പറ്റിയാൽ ശരീരം മുഴുവൻ പനിക്കുകയാണ്. അല്ലെ, ശരീരം മുഴുവൻ പനിക്കാൻ. ക്യാൻസർ രോഗം വന്നോ? എവിടെയാ ക്യാൻസർ? ലെൻസിനാണ്. ഞാൻ ഈ കൊല്ലം കേട്ടു, സൗദി അറേബ്യയിൽ നിന്ന് വന്ന ഒരാളാണ്, ലീവ് എടുത്ത് വന്ന ആളാണ്. 14-ാം തീയതി തിരിച്ചു പോകാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് വന്ന ആളാണ്. വരുമ്പോഴാക്കറിയില്ല മാരകമായ രോഗം ഇയാളെ പിടിപെട്ടിട്ടുണ്ട് എന്ന്. ലെൻസിന് ക്യാൻസർ ആണെന്ന വിവരം അറിഞ്ഞത് ഇയാൾ നിരന്തരം ചുമക്കാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പൊ ലെൻസിന്റെ ഈ പ്രയാസം, ഇങ്ങനൊരു പ്രയാസമുണ്ട് എന്ന് അറിയിച്ചു കൊടുത്തത് തൊണ്ടയാണ്, വായയാണ്. നമ്മൾ ശ്രദ്ധിക്കണം ശരീരത്തിന്റെ സഹകരണം. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ചെറിയ പരിക്ക് പറ്റിയാൽ ശരീരം മുഴുവനായി പനിക്കാറുണ്ട്. എന്തിനാ പനിക്കുന്നത്? വേഗം ചികിത്സ നടത്താൻ നബിക്ക് സഹിക്കാൻ കഴിയോ? നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തല്ലേ? എന്താ ചില ആളുകൾ ഇത് ചിന്തിക്കാത്തത്? ബാക്കിയുള്ള മുസ്ലിം ഉമ്മത്തിനെ ചിന്ന ഭിന്നമാക്കി ഇനിയുള്ളതും ചിന്ന ഭിന്നമാക്കാൻ വേണ്ടി പള്ളികൾ വിഭജിച്ചു കൊണ്ടിരിക്കുന്നവർ, മഹല്ലുകളിൽ കുഴപ്പമുണ്ടാക്കുന്നവർ, പ്രശ്നക്കാർ ചിന്തിക്കാൻ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിനെ നെടുകെ പിളർക്കുന്നത്. ഏതുപോലെയാണ്? ഒരു മനുഷ്യ ശരീരത്തിൽ വാൾ വെച്ച് മുറിച്ച് ഇരു കഷ്ടങ്ങളാക്കുന്ന പോലെയാണത്. ഒരു ശരീരം പോലെയാണ് എന്റെ ഉമ്മത്തെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോട്ടോ, ഒന്നുകൂടെ മനസ്സിലാക്കി തരാൻ പുണ്യനബി വേറെ ഹദീസ് പറയാൻ, സ്വഹാബികൾക്കൽ മുസ്ലിമൂന, എല്ലാ മുസ്ലിങ്ങളും കറജുലിൻ വാഹിദിൻ, ഒരൊറ്റയാളെ പോലെയാണ്.
ഇദസ്തകാ ഐനുഹു, കണ്ണിന് വല്ല രോഗവും വന്നാൽ ഇസ്തകാ കുല്ലു, ശരീരം മുഴുവൻ ആ കണ്ണിന് വേണ്ടി വേദനിക്കാറുണ്ട്. വഇനിസ്തകാ റഅസുഹാ വഇനിസ്തകാ റഅസുഹു, തലക്ക് വല്ല പ്രയാസവും വന്നാൽ ഇസ്തകാ കുല്ലു, ശരീരം മുഴുവൻ അതിന് വേണ്ടി വേദനിക്കാറുണ്ട്. ഇതാണ് മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി. ഇങ്ങനെ ആവണം. ഇനി അടുത്ത ശ്രദ്ധിക്കട്ടോ, ഈ ബന്ധം ഈ രീതിയിലാവാൻ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച നടപടികൾ എന്താണ്? പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ അതെല്ലാം മുസ്ലിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം വിളക്കി ചേർക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്താ? ഇസ്ലാമിന്റെ പരിശുദ്ധ ഇസ്ലാമിന്റെ ഒന്നാമത്തെ സ്തംഭം തൗഹീദാണല്ലോ. രണ്ടാമത്തത് ഇഖാമിസ് സ്വലാഹ്, നിസ്കാരം നിലനിർത്തലാണ്. നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നത് ആർക്ക് വേണ്ടി നമ്മൾ നിസ്കരിക്കണത്? ആർക്ക് വേണ്ടിയാ നമ്മൾ നിസ്കരിക്കണത്? അള്ളാഹ്ക്ക് വേണ്ടി. നമ്മൾ പറയാ, ഞാൻ ചോദിക്കട്ടെ, അള്ളാഹ്ക്ക് വേണ്ടിയാണ് നിസ്കരിക്കണതെങ്കിൽ ഏട് നിസ്കരിച്ചാലും പോരെ? വീട്ടിന്റെ അകത്തുനിന്ന് നിസ്കരിച്ചാൽ മതിയല്ലോ. മാത്രല്ല, കൂട്ടമായി നിസ്കരിക്കുന്നതിനേക്കാളും മനസ്സാന്നിധ്യം ഉണ്ടാവോ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴാണ്. ആരുമില്ലാത്ത സ്ഥലത്ത് പോയി നിസ്കരിക്കാൻ, അപ്പൊ ഇതിന്റെ റബ്ബിനെന്ന തോന്നൽ ശരിക്ക് കൽബിലുണ്ടാവും. അള്ളാഹു പറയേണ്ടത്, സമയമാകുമ്പോൾ നിങ്ങൾ എവിടുന്ന് വേണമെങ്കിലും നിസ്കരിച്ചോളൂ എന്നല്ലേ. എന്തിനാ ഒരു പള്ളി? എന്നിട്ട് 5 നേരം സമയമാകുമ്പോ ബാങ്ക് വിളിക്കാൻ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഹയ്യ അലസ് സ്വലാഹ്. ബാങ്കിൽ ബാക്കിയുള്ളൊന്നും ചുരുക്കിയിട്ടില്ല കേട്ടോ, എനിക്ക് നേരമില്ലാത്തതുകൊണ്ട് പറഞ്ഞതാ. ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. ബിസ്മില്ലാ. നല്ല പച്ച ബക്കറ്റാണ്, ബക്കറ്റും പച്ചയാണ്. എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറയണ്ടല്ലോ നിങ്ങൾ എന്താ കൊടുക്കേണ്ടിയെന്ന്. നിങ്ങൾ എന്ത് കൊടുക്കണം? ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താ പോക്കറ്റുള്ളത് എടുത്തിട്ട് കൊടുക്കും. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ചെലവൊക്കെ ആ വഴിക്ക് പോയാലേ നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് ഡയാലിസിസിന് ഉപയോഗിക്കാൻ കഴിയും. വലിയൊരു സമാധാനം ഉണ്ട്. നമുക്ക് എന്താ, ബില്ലിങ്ങിന്റെ പണി തീർന്നു, സ്ഥലത്തിന്റെ കടം തീർന്നു, ഇനി ഇതുമായിട്ട് അങ്ങനെ പോയാൽ മതി എന്നുള്ളൊരു സമാധാനം നമുക്കുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, കഴിഞ്ഞ കാലങ്ങളിൽ അകമഴിഞ്ഞ് സഹായിച്ച എല്ലാവർക്കും നീ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ശ്രദ്ധിക്കണം, അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ദീനിന്റെ എല്ലാ അടിസ്ഥാന സ്തംഭങ്ങളും ഈ ബന്ധം ഊട്ടിയുറപ്പിക്കാനാണ്. ഹയ്യ അലസ് സ്വലാഹ്, നിസ്കരിക്കാൻ വരണേ. അപ്പൊ എല്ലാരും കൂടെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ചെല്ലുന്നു. ഒരാൾ മുന്നോട്ട് നിൽക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം പിന്നിൽ സഫായി അണിയണിയായി നിൽക്കുന്നു. എന്നിട്ട് നിസ്കരിക്കുന്നു. ഒരാൾ ഇങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ എല്ലാവരും സുജൂദക്ക് പോകുന്നു. അയാൾ നീക്കുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കുന്നു. അയാൾ പിന്നെ സുജൂദ് പോകുമ്പോൾ സുജൂദ് പോകുന്നു. അയാൾ നിൽക്കുമ്പോൾ എല്ലാവരും നിൽക്കുന്നു, അല്ലെ? അയാൾ നിൽക്കുമ്പോൾ എല്ലാവരും നിൽക്കുന്നു. എന്തൊരു 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 ഒരുമയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി എന്തിനാണ് അല്ലാഹു അങ്ങനെ ജമാഅത്തായി നിസ്കരിക്കാൻ പഠിപ്പിച്ചാൽ? ഈ സ്നേഹബന്ധം മൂലമായി നിലനിൽക്കാനാണ്. അല്ല എങ്കിൽ അതിൽ യാതൊരു ഹിക്മത്തും ഇല്ല തന്നെ. അല്ലാഹുവിനിട്ടം മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ചു നിൽക്കല, മുസ്ലിം സഹോദരങ്ങൾ പരസ്പരം സ്നേഹത്തിൽ നിൽക്കലാണ്. റസൂൽ പറഞ്ഞ എന്താ? നിങ്ങൾ സഫായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ചേർന്ന് നിൽക്കണം. ചേർന്ന് നിൽക്കണം. ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ വരി. ചേർന്ന് നിൽക്കണം. ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലോ ശ്രദ്ധിക്കണം. നിങ്ങൾ റസൂൽ പറയാ, നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ചേർന്ന് നിന്നില്ല എങ്കിൽ നിങ്ങളുടെ കൽബുകൾ അല്ലാഹു ഭിന്നിപ്പിച്ചു കളയുന്നതാണ്. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങളെ കൽബിൻ ഭിന്നിക്കാൻ പാടില്ല, നിങ്ങളുടെ സ്നേഹബന്ധം എപ്പോഴും നിലനിൽക്കണം എന്നാണ്. അപ്പൊ ഈ സ്നേഹബന്ധം നിലനിർത്താനാണ് നിസ്കാരം. ശ്രദ്ധിക്കണേ, മുസ്ലിമും തമ്മിലുള്ള സ്നേഹബന്ധം നിലനിർത്താൻ എങ്ങനെ സഫായി നിൽക്കേണ്ടത്? കാല് കാലിനോട് ചേരണം, കാല് കാലിനോട് ചേരണം, തോള് തോളിനോട് ചേരണം. എന്നിട്ട് നമ്മൾ കൈകെട്ടിയാൽ, ശ്രദ്ധിക്കണേ നിങ്ങളെ, ഞാൻ അങ്ങനെ കൈകെട്ടിയാൽ എന്റെ ഈ കൈയുള്ളത് എന്റെ സഹോദരനായ സിദ്ദീഖ് ഭായിയുടെ ഹൃദയത്തോട് ചേർന്നിട്ടാണ് എന്റെ കൈയുള്ളത്. ഹൃദയം കോർത്തിണക്കുകയാണ് നിസ്കാരത്തിലൂടെ.
ചേർന്ന് നിൽക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പറയാ, നിങ്ങൾ ചേർന്നിട്ടില്ലേ, ഔല യുഖാലിഫന്നല്ലാഹു ബൈന ഖുലൂബികും, നിങ്ങളുടെ കൽബുകൾക്കിടയിൽ അല്ലാഹു ഭിന്നിപ്പിച്ചു കളയുന്നതാ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടൊരു നാട്ടിൽ ഭിന്നിപ്പ് വരാതിരിക്കാൻ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഒന്നിച്ചു നിൽക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്തിനാ നിസ്കരിക്കാൻ ജമാഅത്തേക്ക് വരാൻ പറഞ്ഞത്? എന്തിനാ വരാൻ പറഞ്ഞത്? നമ്മൾ നിക്കലെന്നെ എങ്ങനെ അറികള്? തൊട്ടുകൂടായ്മ. ഈ തൊട്ടുകൂടായ്മ തന്നെ അല്ലേ നമ്മുടെ സമുദായത്തിൽ ഇപ്പൊ ഉള്ളത്? ചേരണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഞാൻ പറയാണ്, ചേരണം. ഉമ്മമാരോട് ഞാൻ പറയാം, വീട്ടിൽ വെച്ച് നിങ്ങൾ ജമാഅത്ത് നടത്തണം. ജമാഅത്ത് നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാക്കാൻ സഹായിക്കും. നിങ്ങളുടെ മകന്റെ ഭാര്യയും നിങ്ങളും തമ്മിൽ സിദ്ദിഖാൻ ഇവിടെ നിർത്തണ്ടല്ലേ, ഞാൻ എന്നെ ഏതായാലും നിൽക്കണ്ടല്ലോ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. സിദ്ദിഖ് ഭായി ഇവിടെ ഇരുന്നോട്ടെ, നമുക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തകരാണ്. അവരൊക്കെ അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യവും നൽകുമാറാകട്ടെ. ഉമ്മമാരോട് ഞാൻ പറയാ, വീട്ടിൽ നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കണേ. ഉമ്മ ഒരു മൂലക്ക്, മോള് വേറെ മൂലക്ക്, പിന്നെ മോന്റെ ഓള് വേറെ മൂലക്കും. അങ്ങനെ തന്നെയാണ് വീട്ടിലൊരു അഭിപ്രായം വന്നാലും മൂന്നാളും മൂന്ന് പോലത്തില്ല. ഉമ്മയും മോളും തമ്മിൽ യോജിക്കാറില്ല. ഉമ്മായും ഉമ്മായിയുടെ മകന്റെ ഭാര്യയും തമ്മിൽ യോജിക്കാറില്ല. വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞാനിങ്ങനെ ഒരിക്കൽ ഓർത്തു പോവാണ്. ഒരാൾ പറഞ്ഞത്, ഉസ്താദേ, ഉമ്മ ഉംറക്ക് പോകുന്നുണ്ട്, 15 ദിവസം അടിച്ചു പൊളിക്കാൻ ചെയ്യും. എന്താ? ഓൻ പറയാൻ, ഞാൻ കല്യാണം കഴിച്ചിട്ട് 8 മാസമായി, എൻ്റെ ഒക്കെ ഒരു സ്വൈര്യം ഉമ്മ കൊടുത്തിട്ടില്ല. എൻ്റെ ഒക്കെ ഒരു അങ്ങനെ ചില ആളുകൾക്ക് ഈ ഉംറക്കൊക്കെ പോകുമ്പോ സാധനം എടുത്തു വെക്കാൻ ഈ മോന്റെ ഭാര്യമാർക്കൊക്കെ എന്തൊരു താല്പര്യം. ഉമ്മ തൊടണ്ട. ഞാനൊരുക്ക മക്കത്ത് ചെന്നിട്ട് ഒരു പെണ്ണുങ്ങള് കരയണ്, എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ ഗുളിക കാണില്ല. ഞാനിപ്പോ ഇരുന്ന് ഗുളിക എടുത്തു കൊടുക്കാനാ? ഞാൻ പറഞ്ഞു, ഗുളികങ്ങൾ എടുത്തിട്ടില്ലേ? അവ എടുത്തിട്ടുണ്ടാവും ഉസ്താദേ, ഗുളിക കാണില്ല. കരച്ചില്ല. ഗുളിക ഇല്ലെങ്കിൽ ഞാൻ ആകെ ക്ഷീണിച്ചു, അങ്ങനാവും. ഞാൻ പറഞ്ഞു, നിങ്ങളെ ബാഗ് പുറത്തേക്ക് എടുത്തിരുന്നു. റൂമിന്റെ പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ തെരഞ്ഞു നോക്കുമ്പോ ബാഗിന്റെ അടിയിൽ കൊണ്ടുവച്ച. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിലുണ്ടല്ലോ. അപ്പനോട് ഞാൻ എന്റെ മോന്റെ ഓള് വെച്ചതാണ്, അതുകൊണ്ടാണ് എനിക്ക് തിരിയാതിരുന്നത്. അപ്പൊ ഞാനും വിചാരിച്ച്, എന്നോട് ഉമ്മ പറഞ്ഞെന്തറിയോ, ഞാൻ സാധനം ഒന്നും എടുത്തു വെക്കാൻ ഓളിന്നെ സമ്മതിച്ചതന്നല്ല. എന്തേ സമ്മതിക്കാതിരുന്നത്? ഞാൻ പോരുന്നത് അത്ര ഇഷ്ടം. എന്താ ഇഷ്ടം? ആലാക്കൊന്ന് 2 ആഴ്ച പോയി കിട്ടുമല്ലോ. നിങ്ങൾ ചിന്തിക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, നിസ്കാരം സ്നേഹമുണ്ടാക്കുന്നതാണ്, ജമാഅത്തായുള്ള നിസ്കാരം. അതുകൊണ്ട് വീടുകളിൽ ജമാഅത്ത് ഉണ്ടാകണേ. അപ്പൊ നിസ്കാരം ഈ സ്നേഹബന്ധം രൂഢമൂലമാക്കാനാണ്. ഇനി നോക്കണേ നിങ്ങൾ, സകാത്ത്. ഞാൻ ഈ വിഷയം ഒന്ന് പഠിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വല്ലാത്ത ഇസ്ലാമിൽ വളരെ ഗഹനമായി അല്ലാഹു പ്രതിപാദിച്ച വിഷയമാണിത് എന്ന്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ പെങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം, അതിന്റെ ഇടയിലുള്ള കണക്ഷൻ എന്റെ വാപ്പയാണെങ്കിൽ, മുസ്ലിമും തമ്മിലുള്ള ബന്ധത്തിനിടക്കുള്ള കണക്ഷൻ അല്ലാഹുവാൻ. റബ്ബിന്റെ പേരിലാണ് ആ ബന്ധമെന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ചത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വാപ്പായുടെ സഹോദരൻ എളാപ്പാന്നല്ല നിങ്ങൾ പറയാം, എളാപ്പയിട്ട് എങ്ങനെ തെറ്റിക്കുക? എളാപ്പയിട്ട് തെറ്റി നിൽക്കാൻ കഴിയില്ല. എളാപ്പയിട്ടുള്ള ബന്ധം പിന്നെ ഒന്നുകൂടെ മൂലമാകുന്നുണ്ട്. എന്താ കാരണം? എളാപ്പയും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ ഒന്ന് അല്ലാഹു ഉണ്ട്. കാരണം എളാപ്പ മുസ്ലിമാണ്. എളാപ്പയും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ പിന്നെ വാപ്പയുമുണ്ട്. വാപ്പ കണക്ഷനിൽ വളരെ പ്രാധാന്യമുള്ള ആളാണ്. അപ്പൊ ബന്ധത്തിന്റെ ആഴം ഒന്നുകൂടെ കൂടുകയാണ്. പിണങ്ങി നിൽക്കാൻ കഴിയില്ല. മകന്റെ ഭാര്യയുമായി ഇങ്ങനെ പിണങ്ങി നിൽക്കാൻ കഴിയും? എങ്ങനെ വീട്ടിലുള്ള കുടുംബക്കാരുമായി പിണങ്ങി നിൽക്കാൻ കഴിയും? എങ്ങനെയാണ് എന്റെ സഹോദര ആങ്ങളെയും പെങ്ങളെയും തെറ്റു നിൽക്കുക? അതുകൊണ്ടല്ലേ അല്ലാഹു തീരുമാനിച്ചത്, പിണങ്ങി നിൽക്കുന്നവരെ ചെയ്യുന്ന അമലൊന്നും ഞാൻ സ്വീകരിക്കുകയേ ഇല്ല എന്നാണ് അല്ലാഹു വിളിച്ചു പറഞ്ഞത്. അത് ഞാൻ എന്നെ അറിയിക്കാണ്, നിങ്ങളെല്ലാവരെയും അറിയിക്കാണ്. പിണങ്ങി നിൽക്കുന്ന ഒരാളുടെ അമലും എനിക്ക് വേണ്ട എന്ന് അല്ലാഹു തീരുമാനിച്ചത്. എന്താ കാരണം? ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നതുകൊണ്ടാണ്. ബന്ധത്തിനാണ് അല്ലാഹു പ്രാധാന്യം കൊടുക്കുന്നത്. സകാത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു. എന്തിനാ സകാത്ത്? ഞാൻ കഠിനാധ്വാനം ചെയ്ത് പൈസ ഉണ്ടാക്കുക, എന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ അള്ളാഹ് എന്നോട് പറയാ, നിന്റെ മുസ്ലിമായ സഹോദരങ്ങൾ ആരാ കഷ്ടപ്പെടുന്നത്, ഓൽക്ക് വെറുതെ എടുത്തു കൊടുക്കണം.
അവർക്കത് വെറുതെ എടുത്തു കൊടുക്കണം. നല്ല ചിന്തിക്കണേ, വെറുതെ എടുത്തു കൊടുക്കണം. 2.5%, 1,00,000 ഉറുപ്പിക ഉണ്ടായാൽ അതിന്റെ 2,500 ഉറുപ്പിക നീ ആർക്ക് കൊടുക്കണം? നിന്റെ മുസ്ലിം സഹോദരങ്ങളിൽ പാവങ്ങൾക്ക് നീ നൽകണം എന്ന് അള്ളാഹുവിന്റെ കൽപ്പന. ഏതുപോലെ എന്റെ മോന് ഞാൻ 500 കൊടുക്കണമാതിരി, എന്റെ മോക്ക് ഞാൻ 1000 കൊടുക്കുന്ന പോലെ, എന്റെ പൊന്നു മോൾക്കും മോനും ഞാൻ എങ്ങനെ ഒന്നുമില്ല അവൾക്ക് നമ്മൾ വെറുതെ എടുത്തു കൊടുക്കുക അല്ലേ? അവർക്ക് വെറുതെ എടുത്തു കൊടുക്കുന്ന പോലെ മുസ്ലിമായ സഹോദരൻ എടുത്തു കൊടുക്കണേ. സകാത്ത് സ്നേഹബന്ധം രൂഢമൂലമാക്കലാണ്. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പരിശുദ്ധമായ റമദാനിൽ നോമ്പാണെങ്കിലോ നോമ്പും അങ്ങനെ തന്നെയാണ്. നോമ്പിന് എന്തൊക്കെ കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്? മുഴുവൻ സ്നേഹബന്ധം ഒരുമിച്ചു. സ്നേഹബന്ധം രൂഢമൂലക്കലാണ്. നോമ്പ് തുറപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തിനാ നോമ്പ് തുറപ്പിക്കാൻ പറഞ്ഞേ? എന്തിനാ നോമ്പ് തുറപ്പിക്കാൻ പറഞ്ഞു? ചില ആളുകൾ വിചാരിച്ചു പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, പാവങ്ങളെ പരിഗണിക്കണം. കുടുംബബന്ധം ചേർക്കുക എന്നതുണ്ടതിൽ, മുസ്ലിങ്ങളുമായി സഹോദരങ്ങളുമായുള്ള ബന്ധം ചേർക്കുക എന്ന ഏറ്റവും വലിയൊരു ധർമ്മമുണ്ട് അതിൽ. അതുകൊണ്ട് നിങ്ങൾ നോമ്പ് തുറപ്പിക്കണേ എന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. പാവങ്ങൾ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളെ പരിഗണിക്കലുണ്ടതിൽ, എന്നാൽ ഈ ബന്ധങ്ങളെ പരിഗണിക്കലുണ്ട്. അപ്പൊ റമദാൻ ബന്ധങ്ങളെ ഊഷ്മളമാക്കാൻ സഹായിക്കുകയാണ്. ഹജ്ജാണെങ്കിലോ പിന്നെ ഞാൻ പറയേണ്ടിയില്ലല്ലോ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. ഹജ്ജോ ഞാൻ പറയേണ്ടതില്ലല്ലോ. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധമായ അറഫ മൈതാനിയിലേക്ക് ഒരുമിച്ച് കൂടുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ ഒരേ നാഥനിലേക്ക് മുഖം തിരിച്ചിട്ട് ലബ്ബൈക് എന്ന തൽബിയത്ത് ചൊല്ലുകയാണ്. ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ ശ്രദ്ധിക്കണേ. എന്താ ഒരാളെ ഹജ്ജ് സ്വീകരിക്കാനുള്ള നിബന്ധന പറഞ്ഞാൽ എന്താ? ഒരാളുടെ ഹജ്ജ് സ്വീകരിക്കാനുള്ള നിബന്ധന അല്ലാഹു തന്നെ പറഞ്ഞത് എന്താണ്? അല്ലാഹു തന്നെ പറഞ്ഞത് വലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഒരാളുടെ ഹജ്ജ് സ്വീകരിക്കാനുള്ള നിബന്ധന അയാളുടെ തവാഫ് ശരിയായാൽ പോരാ, അയാളുടെ സഅയ് ശരിയായാൽ പോരാ, അറഫയിൽ നിൽക്കുന്നത് ശരിയായാൽ പോരാ, മിനയിലെ കല്ലേറ് ശരിയായാൽ പോരാ. വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിന്റെ സമയത്ത് നിങ്ങൾ തർക്കിക്കാനേ പാടില്ല എന്ന് ഖുർആൻ. ഒരാൾ തർക്കിച്ചാൽ അയാളുടെ തവാഫ് ഞാൻ സ്വീകരിക്കൂല. ഒരാൾ തർക്കിച്ചാൽ പിന്നെ അയാളുടെ സഅയ് എനിക്ക് വേണ്ട. ഒരാൾ തന്റെ മുസ്ലിമായ സഹോദരനോട് ഹജ്ജിൽ തർക്കിച്ചു പോയാൽ അയാൾക്ക് ഹജ്ജേ ഇല്ല എന്ന് ഖുർആൻ. അല്ലാഹു തന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞതാ. ആലോചിച്ചു, തർക്കിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ? ഹജ്ജിന് പോയ ആളുകൾക്കറിയാം അല്ലേ? ഹജ്ജിന് പോയാൽ അറിയാം. ഹജ്ജ് ദുൽഹിജ്ജ 10 തവാഫ് ചെയ്യാൻ ജനനിബിഡമായിരിക്കും മത്താഫ്. അപ്പൊ ഉണ്ടാവും ബാക്കിൽ തോനെ മുന്നിൽ തോന്റെ കാലിൽ ഇങ്ങനെ ചവിട്ടണം. ഓരോ കുത്ത് ഇങ്ങനെ കിട്ടിയിട്ട് നഖങ്ങനെ മടമ്പിൽ പറ്റിയിട്ട് രക്തം ഇങ്ങനെ ഒലിക്കുമ്പോഴും എന്താ അല്ലാഹു തർക്കിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഹജ്ജിന് മാത്രല്ല, നീ മുസ്ലിമും തമ്മിൽ തർക്കിക്കരുതെന്നല്ല പറഞ്ഞിട്ടുണ്ട്. അതിന് നൽകുന്ന പരിശീലനമാണത്. ഞാൻ ഓർക്കുന്നു, ഒരിക്കൊരാൾ തവാഫ് കഴിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോ അയാളുടെ ചെറുവിരലിലൂടെ രക്തം ഒലിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു എന്താ? എന്നോട് പറഞ്ഞു, ഉസ്താദ് ഒരു വീൽ ചെയർ കാലിലൂടെ കയറിയതാ. പിന്നെ ഞാൻ ഹജ്ജല്ലേ മക്കയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ല, പുഞ്ചിരിച്ചു പോന്നതാണ്. അള്ളാഹനെ വിചാരിച്ച്. എന്നാൽ അത് മക്കത്ത് മാത്രമല്ല, അള്ളാഹ് അവിടേക്ക് കൊണ്ടുപോയത് മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ നീ എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കാനാ. മക്കയിൽ കഴിയുന്ന പോലെയാണ് നീ നിന്റെ മുസ്ലിം സഹോദരങ്ങളോട് പെരുമാറേണ്ടതും കഴിയേണ്ടതും. ജിദാല നാ കാണാ മിനയിൽ പോലും തർക്കിക്കണത്. ഞാൻ എങ്ങനെ അത്ഭുതപ്പെട്ടു പോയിരിക്കെ. മിനായിൽ ഹജ്ജ് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസത്തെ ഏറെറിഞ്ഞിട്ട് റൂമിലേക്ക് മടങ്ങാനൊരുങ്ങാൻ. അപ്പൊ ഒരു ബസ്സിന് ചുറ്റും ഭയങ്കര അടിപിടിയും ഭയങ്കര കച്ചറ. ഞാൻ കരുതുന്നോ പ്രശ്നമാണ്. ഓടിപ്പോയി നോക്കുമ്പോ എന്താ പ്രശ്നം എന്നറിയോ? ചില ആൾക്കാര് ഒരു ബസ്സോട് വന്നാ 100 ആൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്തു? അവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ബസ്സിന്റെ സീറ്റിൽ വെച്ച്. നമ്മൾ കോഴിക്കോട്ടൊന്നും ഇവിടെ തളിപ്പറമ്പ് നോക്കാം ബസ്സിൽ സീറ്റ് പിടിക്കണമാതിരി, ബസ്സിൽ സീറ്റ് പിടിക്കുന്ന പോലെ. എന്നിട്ട് ഇവര് കയറി വെക്കുമ്പോ ആദ്യം കയറിയില്ല, സീറ്റിൽ ഇരുന്ന് അതിനടി മിനയില്ലടി. അതിനാണ് മിനയില്ലടി. ശ്രദ്ധിക്കണേ, ഈ ബന്ധം എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ ഖുർആനും ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്ത് പറയാൻ,
ഞാൻ എന്തു പറയാൻ അല്ലാഹുവേ, ഞങ്ങളെ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഞാൻ എന്തു പറയാൻ? കാരണം എന്താ, നിങ്ങള് കുറെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് മട്ടന്നൂർ ഓരോ ദിവസം കുറഞ്ഞു പോയിട്ട് ഭയങ്കര ദേഷ്യത്തിലാവും. പെണ്ണുങ്ങൾക്ക് ദേഷ്യം പിടിച്ച ഒരു താരാറുണ്ട്, കറി വന്നാൽ കറിയിൽ കഷ്ണം ഉണ്ടാവില്ല. പിന്നെ സ്ത്രീകൾക്ക് ദേഷ്യം പിടിച്ച പാവാണ് ആ ഉമ്മമാർ, പാവമാണ്. അള്ളാഹു അവൾക്കൊക്കെ ഹൈറ് കൊടുക്കട്ടെ. അങ്ങനെ കറിയിൽ കഷ്ണം ഉണ്ടാവില്ല. പിന്നെ ഉപ്പരിയൊക്കെ കൊടുന്നാൽ അത് പകുതിയെ വെന്തിട്ടുണ്ടാവുള്ളൂ. അതൊക്കെ മതി. മുസ്ലിയാർ പകുതിയല്ലേ ഇവിടെ ഉള്ളൂ, പകുതി മതി. എന്താ പറയാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതെല്ലാം ബന്ധം ഊഷ്മളമാക്കാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ചതാ. അപ്പൊ ഒരാള് ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ട്, ഓനും എന്റെ മുസ്ലിമും തമ്മിലുള്ള ബന്ധം ശരിയല്ല, എന്നാ ഓന്റെ നിസ്കാരത്തിൽ ഒരു അർത്ഥമൊന്നുമില്ല. ഓൻ 5 നേരവും ജമാഅത്തിന് പോണതിൽ വലിയ ഫലമൊന്നുമില്ല, കാര്യമൊന്നുമില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന്റെ സമയത്ത് ഒരു പ്രഭാഷണം നടത്തി. ഇന്ന ദിമാഅകും വ അംവാലകും, ശ്രദ്ധിക്കണേ, ഈ സ്നേഹത്തിന്റെ ആഴത്രേ നമ്മൾ പറഞ്ഞത്. ഇന്ന ദിമാഅകും വ അംവാലകും വ അറാദകും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമികും ഹാദാ ഫീ ബലദികും ഹാദാ ഫീ ശഹരികും ഹാദാ. റസൂലുള്ളാഹി പറഞ്ഞു, മുസ്ലിം സഹോദരങ്ങളെ, ഇന്ന ദിമാഅകും, നിങ്ങളുടെ രക്തം, അംവാലക്കും, നിങ്ങളുടെ സ്വത്ത്, വഅറാദകും, നിങ്ങളുടെ അഭിമാനങ്ങൾ, ഹറാമുൻ അലൈക്കും, നിങ്ങളുടെ മേൽ നിഷിദ്ധമാണ്, കഹുർമതി യൗമികും ഹാദാ, ഈ ദിവസത്തിന് എത്ര പവിത്രതയുണ്ടോ അതുപോലെ പവിത്രമാണ് നിങ്ങളുടെ ശരീരങ്ങൾ. ആരും ഒരാളെയും കൊല ചെയ്യാൻ പാടില്ല. ആരും ഒരാളെയും കൊല ചെയ്യാൻ പാടില്ല. 14 നൂറ്റാണ്ട് മുമ്പ് പുണ്യനബി നൽകിയ ഉപദേശം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅംവാലകും, ആരും ഒരാളുടെയും സ്വത്ത് അപഹരിച്ചെടുക്കാൻ പാടില്ല. നിങ്ങൾ അപഹരിച്ചെടുക്കുന്നത് നിങ്ങളുടെ തന്നെ സഹോദരന്റെ സ്വത്താണ്. അതുകൊണ്ട് ആരും സമ്പത്ത് അപഹരിക്കാൻ പാടില്ല ഒരാളുടെയും. അപ്പോ എങ്ങനെയെങ്കിലും മറ്റവന്റെ സ്വത്തൊന്ന് കൈക്കലാക്കിയാൽ തിരക്കടില്ല എന്ന് തോന്നാൻ പാടില്ല. എങ്ങനെയെങ്കിലുമൊക്കെ റിയൽ എസ്റ്റേറ്റ് നടത്താൻ പാടില്ല. സീതാ ആവണം റിയൽ എസ്റ്റേറ്റ്, സീതാ. ഇന്ന ദിമാഅകും വ അംവാലകും വ അറാദകും, നിങ്ങളുടെ അഭിമാനവും ക്ഷതം വരുത്താൻ പാടില്ല. നിങ്ങളുടെ മുസ്ലിമായ സഹോദരന്റെ അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒരു വാക്ക് പോലും നിങ്ങൾ പറയാൻ പാടില്ല. വാട്സപ്പ് ശ്രദ്ധിക്കണേ, അതേപോലെ ഫേസ്ബുക്കും ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ഇസ്ലാമിലെ സഹോദരന്റെ സഹോദരിയുടെ അഭിമാനത്തിന് ക്ഷതമാകുന്നൊരു വാക്ക് പോലും ജീവിതത്തിൽ നിങ്ങൾ പ്രയോഗിക്കരുത് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഈ പറയാനുള്ള 2 ഭാഗമാണ്. ആ 2 ഭാഗം വളരെ പ്രധാനം. ഒന്ന്, ഈ ബന്ധം ഊഷ്മളമായി നിലനിർത്താൻ എന്തൊക്കെ ചെയ്യണം എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു. രണ്ടാമത്തതോ, ഈ ബന്ധം ഉലഞ്ഞു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേതിൽ നിന്നെല്ലാം ഏതെല്ലാമാണ്, അത് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നീ ശ്രദ്ധിക്കണം, ഈ ബന്ധം ഊഷ്മളമായി നിലനിർത്താൻ ഒന്നാമതായി റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ സലാം വർദ്ധിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സലാം വർദ്ധിപ്പിക്കണം. ഞാൻ ഈ റമദാന്റെ തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച ഒരാൾ മരിച്ചു എന്റെ നാട്ടിൽ. ഞാനുമായി വലിയ ബന്ധമുള്ള ആളായിരുന്നു. കാവുങ്ങൽ അഹമ്മദ് കുട്ടി എന്ന മുഹമ്മദ് കുട്ടി എന്നാണ് അയാളെ പറയാറുള്ളത്. മട്ടന്നൂരിലേക്ക് ഞാൻ ജുമാക്ക് വരുമ്പോഴാണ് ആരോ എന്നോട് പറഞ്ഞത്, ഇന്നാൾ മരിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ആ വീട്ടിൽ പോയി ദുആ ചെയ്ത് തിരിച്ചു പോന്നു. വെള്ളിയാഴ്ച മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് അയാൾ മരിച്ചത്. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞു, പള്ളിന്റെ അടുത്ത് അയാളുടെ പെങ്ങളുടെ മോളെ വീടുണ്ടായിരുന്നു. ആ വീട്ടിലേക്ക് അയാൾ കയറിയിരുന്നു. എന്തോ ക്ഷീണം എന്ന് പറഞ്ഞു മരിച്ചു. ഖബറടക്കം ചെയ്യുന്നത് വെള്ളിയാഴ്ച ജുമാന്റെ മുമ്പാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരു പച്ച നാടനാ, കൃഷിക്കാരനാ, കർഷകനാണ്. ഞാൻ ആലോചിച്ചു, റബ്ബേ, ഇയാൾക്ക് ഇത്ര വലിയൊരു മഹത്വം കിട്ടാൻ മാത്രം ഇയാൾ എന്ത് നന്മ ചെയ്തത്. അപ്പോഴാ ഞാൻ ഓർത്തുപോയത്, ഇയാൾ ആരെ കണ്ടാലും സലാം ചൊല്ലും. അതാണ് മുസ്ലിമായ ആരെ കണ്ടാലും ഇയാൾ സലാം. ആൾക്കാരനെ പറയില്ല എന്താ, നിങ്ങൾ ആ സലാം എറിഞ്ഞു പിടിപ്പിക്കണ മനുഷ്യൻ വരുന്നുണ്ടെന്നാ പറയാം. അയാളെ കളിയാക്കി. കാരണം ആരെ കണ്ടാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയും. എന്നൊക്കെ കണ്ട അവിടെ കണ്ട ഇവിടുന്ന് തന്നെ ഉറക്കെ പറയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിങ്ങനെ ചിന്തിച്ചു, റബ്ബേ, റമദാന്റെ തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച, അതും വെള്ളിയാഴ്ച രാവിലെ മരിച്ചിട്ട് ജുമയുടെ മുമ്പ് ഖബറിൽ പോയി കിടക്കാനുള്ള അവസരം ഒരു സാധാരണ മനുഷ്യനോ
എന്താ റബ്ബൈന് മാത്രം ഇയാൾ ചെയ്തത്? സലാമന്നെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി ബറകത്തുല്ലാഹു നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, സഹാബികളോട് പറഞ്ഞു, സഹാബാ ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങളാരും യഥാർത്ഥ വിശ്വാസികളാകുന്നവരെ നിങ്ങളാരും സ്വർഗ്ഗത്തിൽ കടക്കൂല. സ്വർഗ്ഗത്തിൽ കിടക്കണമെങ്കിൽ യഥാർത്ഥ വിശ്വാസിയാവണം. ഇനി ശ്രദ്ധിക്കണേ, വലാ തുഅ്മിനൂ ഹത്താ തഹാബ്ബൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങളാരും യഥാർത്ഥ വിശ്വാസിയാവൂല്ല. അപ്പൊ ഈമാൻ പൂർത്തിയാവണമെങ്കിൽ മുസ്ലിമായ സഹോദരനോട് നിർമ്മലമായ സ്നേഹമുണ്ടാകണോ? നിർമ്മലമായ സ്നേഹമുണ്ടാകണം. വലാ തുഅ്മിനൂ ഹത്താ തഹാബ്ബൂ അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബതും അവലാ അദുല്ലുകും അലാ ശൈഇൻ, ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഇദാ ഫഅൽതുമൂഹു തഹാബതും, ആ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകും. അങ്ങനെയുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അഫ്ശുസ് സലാമ ബൈനകും, നിങ്ങൾ പരസ്പരം സലാം ചൊല്ലിയാൽ മതി. അറിയുന്നവർക്കും അറിയാത്തവർക്കൊക്കെ നിങ്ങൾ സലാം ചൊല്ലിയാൽ മതി എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. സലാം നിങ്ങൾ വർദ്ധിപ്പിച്ചാൽ നിങ്ങളെ ഈമാൻ പൂർത്തിയാവുന്നു. ഞാൻ വിചാരിക്കുക ഈ മനുഷ്യൻ രക്ഷപ്പെടാനുള്ള കാരണം അതന്നെ ആയിരിക്കും. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് ആൾ മരിച്ചത്. ഒരാൾ ഏത് കാര്യം ചെയ്യുമ്പോഴാണോ മരിച്ചത്, ആ കാര്യം ചെയ്യുന്ന അവസ്ഥയിലാണ് മഹ്ശറേക്ക് വരാൻ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാം വർദ്ധിപ്പിക്കണം. എന്തിന്? ഈ സ്നേഹബന്ധം രൂഢമൂലമായി നിലനിർത്താൻ. സ്നേഹബന്ധം രൂഢമൂലമായി നിലനിർത്താൻ. ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങളെ കൂടി പറഞ്ഞാൽ നമുക്ക് തോന്നും ഈ മൊബൈലൊക്കെ വലിച്ചെറിയേണ്ട കാലം ഒന്നും ആയിട്ടുണ്ട്. വലിച്ചെറിയണമെന്നാണ് അങ്ങനല്ല. ഇന്നിപ്പോ അടുത്തിരിക്കുകയാണെങ്കിലും മൂത്തുക്ക് പോകാൻ നേരമില്ലല്ലോ. അടുത്തിരിക്കുകയാണെങ്കിലും വർത്താനം അങ്ങനെ പറയണ്ടെന്നല്ലാതെ അല്ലേ? ഈ സ്നേഹബന്ധം ഊഷ്മളമാക്കാൻ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ത്വലാഖത്തുൽ വജ്ഹ്, നിങ്ങളുടെ മുസ്ലിമായ സഹോദരന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പുഞ്ചിരിക്കലാണ്. തളിപ്പറമ്പുകാർക്ക് ചിരിക്കാൻ അറിയോ? നമ്മളൊന്ന് ചിരിച്ചാനേ എല്ലാരും എന്തേലും വിറ്റൊക്കെ പറയും, എന്നാലേ ചിരിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ തന്നെ ചിരിക്കണം എന്നാ. നിങ്ങളുടെ മുസ്ലിമായ സഹോദരനെ കാണുമ്പോ എന്താ കൂലിയരങ്ങള്, ഒരു കൂലിയ ചോനെ, ഞാൻ സമയമില്ലാതായി പോയല്ലോ എന്നുള്ള ബേജാറായി. എന്തൊരു കൂലിയാണ്. നീ ഒരു നന്മയും നിസ്സാരമായി കാണരുത്. ഏത് നന്മ കൊണ്ടാ നീ സ്വർഗത്തിൽ കിടക്കാന്ന് പറയാൻ പറ്റൂല. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തുൽഖിൻ ഔ തുലീഖിൻ, നിന്റെ മുസ്ലിമായ സഹോദരനെ കാണുമ്പോ, ഏതൊരു മുസ്ലിമിനെ കാണുമ്പോ നീ ഒന്ന് ചിരിച്ചാൽ തന്നെ അല്ലാഹു നിനക്ക് സ്വർഗം തരാമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കളമുണ്ടെന്നില്ല, ഒന്ന് ചിരിക്കാം. എന്താ പിന്നെ മുടക്ക്? ചില ആൾക്കാർ, ഈ കേരളക്കാർക്ക്, നിങ്ങൾ പിന്നെ കേരളത്തിലല്ലാന്നാ എനിക്ക് തോന്നണേ, ഈ കേരളക്കാർക്ക് ചിരിക്കാൻ ഭയങ്കര മടിയാണ്. ബ്രിട്ടീഷുകാരെ കണ്ട നിങ്ങള്? ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ബ്രിട്ടീഷുകാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഈ ചര്യകളൊക്കെ വേറെ ഏതോ കോലത്തിൽ വായിച്ചിട്ടാന്ന് അറിയില്ല, എല്ലാം ഓലെടുത്താ. ഏത് അറിയാത്തവനെ കണ്ടാലും സ്മൈൽ. നീ ചിരിക്കണ ആൾക്ക് ദീർഘായുസ് ഉണ്ട് എന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. എനിക്ക് സമയമില്ല, ഞാൻ സ്വലാത്തിൽ ഇത് വരക്കാണ്. ചിരിക്കുന്ന ആൾക്ക് മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറയാണ് ആയുസ് കൂടും. ചിരിക്കണോന് ആയുസ് കൂടും. നിങ്ങൾ ശ്രദ്ധിക്കണേ, അള്ളാന്റെ ഹബീബിന്റെ ഒരു ഹദീസ് ഉണ്ട്, ബന്ധം സുദൃഢമായി നിലനിർത്തുന്നവർക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കും. ഇത് രണ്ടും തമ്മിൽ വലിയ ബന്ധമുണ്ട്, ഈ പഠനവും ഈ ഹദീസും തമ്മിൽ. ഈ പഠനവും ഹദീസും തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അപ്പോ സഹോദരനും തമ്മിലുള്ള ഈ ബന്ധം ഊഷ്മളമായി നിലനിർത്തുമ്പോൾ അല്ലാഹു സ്വർഗം തരും. ഈ ഘടനകൾ അടുത്തത്, ഒരു മുസ്ലിമായ സഹോദരനെ കണ്ടാൽ നിങ്ങൾ മുസാഫഹത്ത് ചെയ്യാതെ പോകല്ലേ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. മുസാഫഹത്ത് ചെയ്യാതെ പോകരുത്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ മുസാഫഹത്ത് ചെയ്താൽ അയാൾ ചെയ്ത ദോഷങ്ങളെല്ലാം കയ്യിലൂടെ താഴേക്ക് കൊഴിഞ്ഞു പോകുന്നതാണ്. അയാൾ ചെയ്യണ ദോഷമൊക്കെ കൊഴിഞ്ഞു പോകും മുസാഫഹത്ത് ചെയ്താൽ.
മുസാഫഹത്ത് ചെയ്ത അല്ലേ, മുസാഫഹത്ത് ചെയ്യുമ്പോ തന്നെ തിരിയും ഖൽബ് തമ്മിൽ ബന്ധമുണ്ടോ ബന്ധല്ലേ. അസ്സലാമു അലൈക്കും, അപ്പൊ ഇത്രേ ബന്ധമുള്ളൂ എന്നാണ്. അസ്സലാമു അലൈക്കും ഇത്രേ പിടിച്ചോളെങ്കിൽ ഇത്രേ ഉള്ളൂ. വേറെ ചില ആളുകളുണ്ട് ഓലിങ്ങനെ പിടിച്ചിട്ട് പിന്നെ കയ്യൊന്നും ഓല് വിടൂല. അതിന്റെ അർത്ഥം എന്താ? ഖൽബ് തമ്മിൽ വല്ലാത്തൊരു ടച്ച് ഉണ്ട് എന്നാണ്. ഖൽബ് തമ്മിൽ വല്ലാത്തൊരു ടച്ച് ഉണ്ട് എന്നാണ്. അങ്ങനെ വീട്ടിലേക്ക് കയറി, ഒറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയോട്ടെ. വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് നമ്മളെ ഭാര്യമാരൊക്കെ ഇസ്ലാമിലെ നമ്മുടെ സഹോദരിമാരും കൂടിയാണ്. അല്ലേ അല്ലേ ഉണ്ടാത്തല്ലേ അല്ലേ? ആണ്. അപ്പൊ ബാധ്യത കൂടാണ്. ഭർത്താവാണെങ്കിൽ ഇസ്ലാമിലെ തന്റെ സഹോദരനാണ്. ബന്ധവും ബാധ്യതയും കൂടാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു സുന്നത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരാള് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം ചൊല്ലി തന്റെ ഭാര്യയുടെ കൈ ഇങ്ങനെ മുസാഫഹത്ത് ചെയ്ത് 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയ ആ വീട്ടിൽ ദാരിദ്ര്യം എന്ന സംഗതി ഉണ്ടാവൂല. ശ്രദ്ധിക്കണേ. ഒരാൾ വീട്ടിലേക്ക് കയറി വരുന്നു, വീട്ടിലേക്ക് കയറി എന്ന് പറയാം സലാം ചൊല്ലി ഭാര്യന്റെ കൈയൊന്ന് പിടിച്ചു. ഇന്നിപ്പോ നിങ്ങൾ ചെന്നിട്ട് സലാം ചൊല്ലി കൈയൊക്കെ പിടിച്ചാൽ ചോദിക്കും, ഓ എന്താ ഇപ്പൊ സൂപ്പിയായിണ്, എന്നും ഇല്ലാത്തൊരു പരിപാടി എന്നൊക്കെ ചോദിക്കും. കാരണം ഉള്ള ജന്മത്തിലുള്ള കൈ പിടിച്ചിട്ടുണ്ടാവില്ല. ഉള്ള ജന്മത്തിൽ അവിടെ ഞാൻ പറയട്ടെ, ഞാൻ വീട്ടിലേക്ക് ചേരുന്ന അസ്സലാമു അലൈക്കും, കൈയുള്ള സാധനമുള്ള കയ്യിലും കൊടുക്കും. അവനവന്റെ ഭാര്യക്കല്ല സലാം ചെല്ലണമെങ്കിൽ പിന്നെ ആർക്ക് സലാം ചെല്ലാം? സലാമൊക്കെ വാട്സപ്പിൽ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും. അന്തരീക്ഷത്തേക്ക് ആരാന്നൊന്നുമില്ല. തന്റെ ഭാര്യയുടെ കൈ പിടിച്ചിട്ട് സലാം ചൊല്ലി തന്റെ ഭാര്യയെ മുസാഫഹത്ത് ചെയ്തിട്ട് 3 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവൂല. അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ എങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് സലാം ചൊല്ലി കൈയ്യെടുക്കാൻ നോക്കുമ്പോൾ ഓള് പറയാം, ഹോയനാടുന്ന് മനുഷ്യന്റെ ഒതു മുറിക്കാൻ ഹോയനാടുന്ന് മനുഷ്യന്റെ ഒതു മുറിക്കാൻ. അതിന് പ്രശ്നമില്ല, ഒരു സുന്നത്തല്ലേ, എന്നിട്ട് നിങ്ങൾ ഒതു എടുത്താളി. ഇനി ഒതു കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളിട്ട പർദ്ദല്ലേ? സ്നേഹഭംഗര. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയണ്ട്. നമ്മൾ ദ്വാരക്കാണ് 3 സ്വലാത്തല്ലിട്ട് ഞാൻ എത്തൂല. 1 മണിക്കൂർ എന്നെ കഷ്ടിച്ച് ഹുസൈൻ കാക്ക ഈ ഒരു ഉഷാറിൽ ചവിട്ടിയാൽ ചിലപ്പോൾ ഒരു 55 മിനിറ്റ് കൊണ്ടൊക്കെ എത്തിയെന്ന് വരും. മാത്രമല്ല റോഡ് തിരക്കുള്ള സമയമാണ്, ഒരു കൗമിനെ മുഴുവൻ ദേഷ്യം പിടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടൊരു 3 സ്വലാത്തല്ലിട്ട് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നാളൊക്കെ വരുമ്പോൾ നാളെ നമ്മൾ ദാനശീലം നല്ല ശീലം എന്നാണ്. നേരത്തെ പറഞ്ഞാലേ തോനെ പറയാൻ കഴിയുള്ളൂ, ഇല്ലെങ്കിൽ എവിടെ എത്തണ് അവിടെ തന്നെ നമ്മളെ മുബീൻ. നാളെയും അങ്ങനെ. അപ്പൊ നാളെ നിങ്ങൾക്ക് തോന്നും CHN എന്തോ വാങ്ങാനുള്ള പരിപാടിയാണല്ലോ ഇയാൾക്കുന്നില്ല. അതുകൊണ്ടാണ് നാളെ വിഷയാക്കിയത്. ആർക്കൊക്കെയാണ് ദാനം കൊടുക്കേണ്ടത് എന്നാണ് നാളെ നമ്മൾ ഖുർആൻ എന്തൊക്കെ പറഞ്ഞു എന്ന് നമ്മൾ പഠിക്കണം. ഖുർആനാണ് നമ്മുടെ വിഷയം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അർഹമുറാഹിമീനായ ഇവിടെ സ്വന്തം തന്ന ഉമ്മമാരുണ്ട്. ചെറിയൊരു ദുആ നടത്തിയിട്ട് പോട്ടെ. നാളെയും മറ്റന്നാൾ നമ്മൾ ഇവിടെ ഉണ്ടല്ലോ. മറ്റന്നാൾ എന്തായാലും പിന്നെ പോകാൻ കഴിയൂല. അപ്പൊ പിന്നെ ഒന്നുകൂടി പോവാതെ ദേഷ്യം പിടിപ്പിക്കണ്ടല്ലോ എഴുതിയിട്ട് വേഗം പോവാണ്. അവിടെയും എല്ലായിടത്തും ഒന്നിങ്ങനെ ഒരു തലോടി ആയാലും ഇതൊക്കെ പോകുന്നു. ഒരൊറ്റ സെക്കൻഡ് മതി ഈ അടങ്ങിക്കണതൊക്കെ താറുമാറാവാൻ. സെക്കൻഡുകളെ വേണ്ടിയുള്ളൂ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ നന്നാക്കി തരട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് വേഗം പോവാണ്. ഒരു 3 സ്വലാത്തിൽ ചെറുങ്ങനൊന്ന് ദ്വാരക്കും. കേവിക്ക് എന്നോട് ദേഷ്യം ഉണ്ടോന്ന് അറിയില്ല. 3 മക്കളുണ്ട്. കേവിനോട് ഞാൻ പറഞ്ഞാണ് അടുത്ത വർഷം മുതൽ ആളൊന്നും മാറ്റിയാൽ തിരക്കിടില്ല. 2 ആണും പെണ്ണും. മോൻ ദാറുൽ ഫലാഹിൽ യതീം ഖാനയിൽ ചേർക്കാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ 3-ാം ക്ലാസ്സിലാണ് ആഗ്രഹം. ആഗ്രഹം അള്ളാഹു കബൂൽ ചെയ്യാൻ. ആ മോനൊരു കണ്ണിന് ചെറിയ കാഴ്ചക്കുറവുണ്ട്. അള്ളാഹു അത് ശരിപ്പെടുത്തി കൊടുക്കട്ടെ. ഒരു ഉമ്മായുടെ കാതിലുള്ള 2 കമ്മലിനോ എന്താ നിങ്ങൾ പറയാന്നറിയില്ല, അതാണ് കൊടുത്തയച്ചത്. റഹ്മുറാഹിമീനായ അല്ലാഹുവേ, മകനെ ആലിമാക്കാനുള്ള ഉമ്മയുടെ ആഗ്രഹം നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. മക്കൾക്ക് മകൾ ആഫിലാവാൻ വേണ്ടിയും കാലിന്റെ വേദന മാറാനും 1/2 പവൻ സ്വർണം. അൽഹംദുലില്ലാഹ്. ഈ നാട്ടിലെ അമ്മമാർക്ക് പൊന്നൊടുത്ത് പൂതി തന്നിട്ടില്ല അല്ലേ? അൽഹംദുലില്ലാഹ്. ഓരോ കൊല്ലം കൊടുക്കുമ്പോഴേ പിന്നെയും ഭർത്താക്കന്മാർ കൊണ്ടുപോയി കൊടുക്കണ്ടാവും. അപ്പൊ അടുത്ത കൊല്ലം പിന്നെയും കൊടുത്താൽ പിന്നെയും കിട്ടും. നല്ല തോന്നിപ്പിക്കും, പാവല്ല എൻ്റെ ഓള് എന്ന് തോന്നിപ്പിക്കലാണ്. ഓക്ക് എന്തേ ഒരു സമ്മാനം കൊടുക്കണം എന്നൊക്കെ തോന്നിപ്പിക്കുക അല്ലാഹു.
അപ്പൊ അയാൾക്ക് തോന്നുക പൊന്ന് വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഒരു കൊല്ലങ്ങളെ കയ്യിലിടലാവും, അടുത്ത കൊല്ലം അത് നിങ്ങൾക്ക് സ്വർഗത്ത് പോവും. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് ഉമ്മമാരെല്ലാരും പൊന്ന് കൊടുന്നാലും നമ്മൾ സ്വീകരിക്കും. അരപ്പവന്റെ ഒരു കോയിനാണ്. ഞാൻ 6 പവന്റെ മാല ഒരാൾ തരാൻ നിൽക്കുക, സ്വീകരിക്കാതിരിക്കോ മഹമൂദ് ഖാൻ? ഇല്ല. നിങ്ങളെ ഭാര്യ ഉണ്ട് അവിടെ? ഞാനിത് കൊണ്ടുപോയ പോരെ? ഞാൻ വായിക്കണം, ആയിക്കോട്ടെ. മട്ടന്നൂരിൽ നിന്ന് ദ്വാരുന്ന പോരല്ലേ? അഭാവത്തിൽ ദ്വാരുന്ന കൂടുതൽ ഉത്തരം ഉണ്ടാവും. മരിച്ചുപോയ നിങ്ങൾ നാളെ 9:00 വരുമോ? നിങ്ങളെല്ലാവരും ശല വരുമോ നാളെ? ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എവിടെ എത്തിയില്ല. എനിക്ക് ഒരു സംതൃപ്തി ആതെ ഞാൻ പിരിഞ്ഞു പോകണം ഇവിടെ. കാരണം പറയാനുള്ളടത്തൊന്നും പറഞ്ഞെത്തിയിട്ടില്ല. ഞാൻ അധികം കൂടെ നിന്നാൽ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എഴുതി വെക്കും, നിങ്ങൾ ഇതുവരെ ചെയ്ത സേവനത്തിന് നന്ദി. നന്ദി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രസിഡന്റും സെക്രട്ടറിയേറ്റും ഒന്ന് സംസാരിച്ചാൽ ശരിയാവുന്നതാണ്. ചിലപ്പോൾ ഇതും വലിയ നന്ദി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംസാരിക്കാനേ നിൽക്കണ്ടെന്നാണ്. മനസ്സിലായല്ലോ? അപ്പൊ വേഗം പോവാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഞാൻ മട്ടന്നൂരിൽ നിന്ന് ഒന്ന് ദ്വാരക്കുന്നു. അഭാവത്തിൽ ദ്വാരം നിങ്ങൾക്ക് ദ്വാരക്ക് ഉത്തരണ്ടോ? മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാര ചെയ്യാൻ ഒരു സഹോദരി 2000 രൂപ, രോഗം മാറാനും ഉദ്ദേശിച്ച വിലക്ക് വീട് വിറ്റ് പുതിയ വീട് വെക്കാനും കടം വീടാനും ദ്വാര ചെയ്യാൻ ഒരു ഡയാലിസിസിന്റെ തുക 1300. ഉദവി കോഴ്സിന് നല്ല നിലയിൽ പഠിച്ചു പൂർത്തിയാവാനും ഉപ്പാന്റെ ഖബർ വിശാലമാകാനും പ്രത്യേകം ദ്വാര ചെയ്യാൻ. ഉപ്പാപ്പാന്റെ ഖബർ, ഉപ്പാപ്പാന്റെ ഉമ്മാന്റെ എല്ലാരെയും ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഉപ്പാപ്പ മരിച്ചു പോയിട്ടുണ്ടല്ലോ, അവർക്ക് പുറത്തു കൊടുക്കട്ടെ. 300 രൂപ പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു സഹോദരി ഡയാലിസിന്റെ 1300 രൂപ. മരണപ്പെട്ട ഭർത്താവിനും മാതാപിതാക്കൾക്കും വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 1000 രൂപ. 3 പേരമക്കൾക്ക് വേണ്ടി നാഫിയ ഇൽമിന് വേണ്ടിയും കടത്തിൽ നിന്ന് സലാമത്ത് നേടാൻ വേണ്ടി ദുആ ചെയ്യാൻ 750. മകന്റെ കടം സലാമത്താവാനും നല്ല സ്വാലിഹത്തായ പെണ്ണിനെ ഇണയായി കിട്ടാനും ദുആ ചെയ്യാൻ ഒരു ഡയാലിസിന്റെ തുക. സംസാരിക്കാത്ത 2 ആൺമക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 1300. മകൾക്ക് കുട്ടികളുണ്ടാവുന്നതിന് വേണ്ടിയും ദുആ ചെയ്യാൻ ഒരു സഹോദരി 1300. മകന്റെ കല്യാണം കഴിഞ്ഞു, 2.5 വർഷമായി കുട്ടികൾ ഉണ്ടായിട്ടില്ല, പ്രത്യേകം ദുആ ചെയ്യാൻ ഡയാലിസിന്റെ 1300. മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ, ഉദ്ദേശിച്ച കാര്യങ്ങൾ ആയുസ്സിലാവാൻ വേണ്ടിയും മകന്റെ കല്യാണം ഖൈറായ രീതിയിൽ നടക്കാൻ വേണ്ടിയും ഒരു സംഖ്യ സംഭാവന. അതേപോലെ 1300 രൂപ, 1300 എന്നല്ലേ? ഒരു ഡയാലിസിന്റെ പേഷ്യന്റ് ഒരു കുഞ്ഞുമോൻ കൊണ്ടുവന്ന് തന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇത് ഒരു ഡയാലിസിന്റേതാവെന്ന് തോന്നുന്നു അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഞങ്ങൾ ആണുങ്ങളൊക്കെ ഒന്ന് നീച്ച് അടുത്തേക്ക് വന്നാണ് ഒരു 3 സ്വലാത്ത് ചെറിയൊരു ദുആ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. റഹ്മാൻ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സ് നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സർവ്വദോഷവും നീ പുറത്തു തരണേ അല്ലാഹ്. റഹ്മാൻ റഹീമീനായ റബ്ബേ, അവസാനത്തെ 10 ആണല്ലോ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ നിന്റെ ഹബീബ് പറഞ്ഞ 10. അല്ലാഹ്, ലൈലത്തുൽ ഖദറിന്റെ മഹത്വം ലഭിച്ചവരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, റമദാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാന റമദാനാക്കല്ല അല്ലാഹ്. ഒരുപാട് റമദാനുകൾ സ്വാഗതം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ വർഷവും നടത്തുന്ന കാരുണ്യ സംഗമമാണ് റബ്ബേ ഇത്. അല്ലാഹുവേ, കരുണ ചെയ്യണേ എന്ന് നീ പറഞ്ഞതിന്റെ പേരിൽ നടത്തുന്ന കാരുണ്യ സംഗമം അല്ലാഹ്. ഓരോ വർഷത്തെയും ഈ സംഗമത്തിൽ നടക്കുന്നത് നിന്റെ ഹബീബിന്റെ അധ്യാപനങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് പഠിക്കുകയാണ്. അതിൽ നിന്ന് അല്ലാഹുവേ, വരുന്ന ആളുകൾ നല്ല മനസ്സോടെ നൽകുന്ന സംഭാവനകൾ അല്ലാഹുവേ, ചികിത്സിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്ന രോഗികൾക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ് അല്ലാഹ്. രണ്ടും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇന്ന് ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും സ്വതക്ക ചെയ്തിട്ടുണ്ട് ഡയാലിസിന്റെ ആവശ്യത്തിലേക്കായി അല്ലാഹ്. ആ സ്വതക്കകൾ അവരുടെ കുടുംബത്തിനും ശരീരത്തിനുമുള്ള കാവലാക്കി കൊടുക്കണേ അല്ലാഹ്. അവർക്ക് നീ കാവലാക്കി കൊടുക്കണേ റബ്ബേ. റഹ്മാൻ റഹീമീനായ അല്ലാഹ്, അവർ ചെയ്ത സ്വതക്കകൾ അവരുടെ ശരീരത്തിനുള്ള കാവലാക്കണേ റബ്ബേ. അത്തരത്തിലുള്ള രോഗവും അവർക്ക് നീ നൽകല്ല അല്ലാഹ്. എന്ത് ഉദ്ദേശത്തിനാണ് അവർ ചെയ്തതെങ്കിലും ആ ഉദ്ദേശം നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. മരിച്ചുപോയ മാതാപിതാക്കൾക്കും അല്ലാഹുവേ, വലിയപ്പമാർക്കും വലിയമ്മമാർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. റഹ്മാൻ റഹീമീനായ അല്ലാഹ്,
റഹമുറാഹിമീനായ റബ്ബേ, ഇവരുടെ ഖബറിടങ്ങളൊക്കെ നീ വിശാലമാക്കണേ റബ്ബേ, ഇവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, രോഗികളുടെ രോഗം സുഖപ്പെടുത്തണേ അല്ലാ. പഠിച്ചോനെ, മക്കളെ പണ്ഡിതന്മാരാക്കാൻ ഉദ്ദേശിക്കുന്ന ഉമ്മമാർക്ക് അവരുടെ മക്കളെ പണ്ഡിതന്മാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റഹമുറാഹിമീനായ അല്ലാ റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിൽ നീ സമാധാനം നൽകണേ അല്ലാ, ശാന്തി നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ, ഒരുമ നൽകണേ അല്ലാ. ഞങ്ങൾക്കിടയിലുള്ള ബന്ധം നീ രൂഢമൂലമാക്കണേ അല്ലാ, നിനക്ക് വേണ്ടിയാക്കി തരണേ അല്ലാ, ഒരനർത്ഥവുമില്ലാത്ത ബന്ധമാക്കണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിനിടയിൽ ഒരുമ നൽകണേ അല്ലാ, ഐക്യം നൽകണേ അല്ലാ, സ്നേഹം നൽകണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിനെ ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്നവരുടെ ശ്രമങ്ങൾ നീ വിഫലമാക്കണേ റബ്ബേ, അവരെ നീ പരാജയപ്പെടുത്തണേ അല്ലാ, അവരുടെ ശ്രമങ്ങൾ നീ പരാജയപ്പെടുത്തണേ അല്ലാ. എല്ലാവർക്കും നീ നല്ല ബുദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നൊക്കെ മരിച്ചുപോയ മാതാപിതാക്കളുണ്ട് ആരടി മണ്ണില അല്ലാ, ഇവിടെ വെച്ച് ഞങ്ങൾ ചെയ്യുന്ന ദുആയുടെ ഗുണമവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. CH സെന്ററിന്റെ തണലായി നീലായി നിൽക്കുന്നത് എന്റെ സ്നേഹനിധികളായ ഉമ്മമാരാണ്, ഇത്താത്തമാരാണ്, കൊച്ചനുജത്തിമാരാണ് റബ്ബേ. ഓരോ കൊല്ലവും ഈ സദസ്സിൽ വന്ന് പങ്കെടുക്കുന്ന ഉപ്പമാരാ, സഹോദരങ്ങളാ അല്ലാ, കരുണയുടെ പേരിലുള്ള ഈ സദസ്സിനെ ഇതേ കരുണയുടെ പേരിൽ മഹ്ശറിലും സ്വർഗത്തിലും നീ ഒന്നിപ്പിക്കണേ അല്ലാ, സ്വർഗം തരണേ അല്ലാ, നിന്റെ കരുണ കിട്ടാൻ കാരണമാക്കണേ അല്ലാ. അല്ലാഹുവേ, കണ്ണിന്റെ കാഴ്ചയുടെ വേവലാതി പറഞ്ഞ കുടുംബമുണ്ട് റബ്ബേ, ആ കുട്ടിക്ക് നീ കാഴ്ച തിരിച്ചു നൽകണേ അല്ലാ. അല്ലാഹുവേ, സംസാരശേഷിയില്ലാത്ത മോളെ കുറിച്ച് പരാതിപ്പെട്ടിട്ടുണ്ട് അല്ലാ, പരാതിയല്ല ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവേ, ആ കുട്ടിയുടെ അല്ലാഹുവേ സംസാരശേഷി നീ വീണ്ടും നൽകണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. നാളെ 9:30 നിങ്ങൾ വന്നാലും വന്നില്ലല്ലോ, ഞാൻ ഇവിടുന്ന് വയൽ തുടങ്ങും. നിങ്ങൾ ഓപ്പറേറ്റർ 9:15 വരണം കേട്ടോ. നാളെ ഒരു മാറ്റായിക്കോട്ടെ, ആരും വന്നില്ലേ നമ്മൾ വയൽ തുടങ്ങും. നിങ്ങൾ ഉണ്ടാവൂലേ? 9:15 ഞാൻ ഇവിടെ ഉണ്ടാവും. 9